ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. കഴിഞ്ഞ 10 വർഷത്തിനിടെ മോദി ഭരണത്തിന് കീഴിൽ രാഷ്ട്രീയക്കാർക്കെതിരെ ഇഡി എടുത്തത് 193 കേസുകളാണ്. കേസുകളിൽ പേരുള്ളവരിൽ ഭൂരിഭാഗവും NDA ഇതര പാർട്ടികളാണ് എന്നത് വെളിച്ചം പോലെയുള്ള സത്യവുമാണ്. ഇഡി സംഘപരിവാറിന്റെ പൊളിറ്റിക്കൽ ടൂളാണെന്ന് രാജ്യത്തെ പ്രതിപക്ഷം പറയാൻ തുടങ്ങിയിട്ട് വർഷമേറെയായി. ഇന്നിതാ വിചിത്രമായൊരു കുറ്റപത്രവുമായി BJPയെ വെള്ളപൂശിയിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കൊടകരയിൽ പിടികൂടിയത് BJPയുടെ പണം എന്നതിന് തെളിവില്ലെന്ന്, പണം ബിസിനസ്സിനായി കൊണ്ടുവന്നതാണെന്ന്. ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെ പറയും ഇഡി എന്ന് തിരിച്ചു ചോദിക്കേണ്ടി വരും. ഇഡിയുടെ വൈറ്റ് വാഷോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ CPM-ൽ നിന്നും അഡ്വക്കേറ്റ് KS അരുൺകുമാർ, BJPയിൽ നിന്നും അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, അഡ്വക്കേറ്റ് ഷിബു മീരാൻ മുസ്ലിം ലീഗിൽ നിന്നും, തിരൂർ സതീഷ് BJPയുടെ തൃശൂർ ജില്ലാ ഓഫീസിലെ മുൻ സെക്രട്ടറി, പരാതിക്കാരൻ എന്നിവരാണ് ചർച്ചയിൽ ഉള്ളത്. ആദ്യം ഞാൻ CPM-ലേക്ക് പോവുകയാണ്. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഇഡിയിൽ നിന്നും മറിച്ചൊരു റിപ്പോർട്ട്, മറിച്ചൊരു തീരുമാനം പ്രതീക്ഷിച്ചിരുന്നു. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, അരുൺകുമാർ കേൾക്കാമോ? കൊടകര കേസിൽ പണം എത്തിച്ചത് BJPക്ക് വേണ്ടിയെന്ന ആരോപണം തള്ളിയിരിക്കുകയാണ് ഇഡി. അരുൺകുമാറിലേക്ക് എത്താം. ആദ്യം ഞാൻ തിരൂർ സതീഷിലേക്ക് പോന്നു. സതീഷ്, ഇപ്പോൾ ഇഡി നൽകിയിരിക്കുന്ന കുറ്റപത്രം, അതേക്കുറിച്ചുള്ള ആദ്യ പ്രതികരണം എന്താണ്? നമസ്കാരം. ഇഡി കുറ്റപത്രം സമർപ്പിച്ചു എന്നുള്ളത് എനിക്കതൊരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത് ആദ്യം തന്നെ. കാരണം ഈ കേസിൽ, കൊടകര കുഴൽപ്പണ കേസിലെ 2021 പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഞാൻ ഒരു സാക്ഷിയും കൂടിയുള്ള ആളാണ്. ഞാൻ ഈ സാക്ഷിനെ ഒന്ന് കാണാൻ പോലും നേരില്ലാത്ത ഇഡി എങ്ങനെയാണ് കുറ്റപത്രം സമർപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആരിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ്, ആര് പറഞ്ഞിട്ടുള്ളതാണെന്നൊക്കെ അവരോട് ചോദിച്ചാൽ തന്നെയാണ് കറക്റ്റായിട്ട് അറിയുള്ളൂ. കാരണം ഇത് ഞാൻ സത്യമായി കണ്ട കാര്യങ്ങൾ പുറത്ത് പറയുമ്പോൾ അത് ആ രീതിയിൽ തന്നെ പോലീസ് ഇഡിക്ക് കള്ളപ്പണം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. കള്ളപ്പണം വരുമ്പോൾ അന്വേഷിക്കേണ്ടത് എൻഫോഴ്സ്മെൻ്റ് ആണ്. അതുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റിനെ പോലീസ് അത് അറിയിച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിക്കാൻ പോലും നേരമില്ലാത്ത ഇഡി എങ്ങനെയാണ് ഇതിൽ BJPയുടെ പണമല്ല എന്നുള്ളത് കണ്ടെത്തിയത് എന്നുള്ളത് വിചിത്രമായ ഒരു കാര്യമാണ്. സതീഷ്, ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് മൊഴി എടുത്തിട്ടില്ല എന്നാണോ? താങ്കളിൽ നിന്ന് ഒരിക്കൽ പോലും മൊഴി എടുത്തിട്ടില്ല ഇഡി എന്നാണോ? അല്ല, എന്നെ കണ്ടിട്ടില്ല, എൻ്റെ അടുത്ത് മൊഴി എടുത്തിട്ടില്ല, അത് ഞാൻ ആവർത്തിച്ച് പറയുകയാണല്ലോ. എന്നെ കണ്ടിട്ടില്ല, എന്നെ വിളിച്ചിട്ടില്ല, എന്നെ മൊഴി എടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഒരു സാക്ഷിയെ കാണാതെ എങ്ങനെയാണ് ഒരു കുറ്റപത്രം സമർപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന്. രണ്ടാമത്, ഈ കൊടകര കുഴൽപ്പണ കേസിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്ന സമയത്ത് പോലീസ് അതിൽ കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യങ്ങളുണ്ട്. എന്താണ് കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്? കൊടകര കുഴൽപ്പണ കവർച്ച നടന്ന സമയത്ത് പാർട്ടിയുടെ ജില്ലാ നേതാക്കന്മാരെ ഈ പണം കൊണ്ടുപോയ ധർമ്മരാജൻ എന്ന് പറഞ്ഞ ആൾ ബന്ധപ്പെട്ടിരുന്നു ഫോണിൽ. അത് പോലീസിൻ്റെ കണ്ടെത്തലുണ്ട്. രണ്ടാമത്, പാർട്ടിയുടെ ജില്ലാ നേതാക്കന്മാർ പുലർച്ചയ്ക്ക് എങ്ങനെയാണ് കൊടകരയിൽ എത്തിയത്, എന്തിനു വേണ്ടിയിട്ടാണ് എത്തിയത്? BJP ആയിട്ട് ബന്ധമില്ലാത്ത പണമാണെങ്കിൽ എന്തുകൊണ്ട് ഈ പാർട്ടി നേതാക്കന്മാർ അവിടെ എത്തണം? ഇതെല്ലാം വ്യക്തമായിട്ട് പോലീസ് കുറ്റപത്രത്തിൽ എഴുതിയിട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളതായിട്ടാണ് എനിക്കറിവ്. പിന്നെ BJPയുടെ പണമായിട്ടൊരു ബന്ധമില്ല ഇതിനെന്ന് പറയുമ്പോൾ ആരെന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഇഡിക്ക് തന്നെ അറിയുള്ളൂ. ശരി, ഞാനൊന്ന് CPM പ്രതിനിധിയിലേക്ക് പോകുന്നു. അരുൺകുമാർ, ഞാൻ ചോദിച്ചത്, ഇപ്പോൾ പണം എത്തിച്ചത് BJPക്ക് വേണ്ടിയാണെന്ന ആരോപണം തള്ളിക്കൊണ്ടാണ് ഇഡിയുടെ കുറ്റപത്രം. ഇഡിയുടെ കുറ്റപത്രത്തിൽ മറിച്ചെന്തെങ്കിലും നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് ആദ്യ ചോദ്യം. ഇതിൽ കുറച്ച് നാളായിട്ട് ഗൗരവമായിട്ടുള്ള ഒരു ആരോപണം ഇഡിക്കെതിരെ നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരുന്നുണ്ട്.
ആ ആരോപണം BJP നേതാക്കന്മാർ പ്രതികളായിട്ടുള്ള കേസിൽ അന്വേഷണം നടത്തുന്നത് പോലെയല്ല BJP-ക്കാരല്ലാത്തവർ കേസിൽ പ്രതിയായ കേസുകളിൽ അന്വേഷണം നടത്തുന്നത്. പ്രത്യേകിച്ച് BJP-യുമായിട്ട് ബന്ധമുള്ള പ്രതികൾ വരുമ്പോൾ ആ അന്വേഷണത്തെ തേച്ചുമാച്ച് കളയുന്നു. വാഷിംഗ് മെഷീനിലിട്ട് വെളുപ്പിക്കുന്നത് പോലെ പല ഇതര രാഷ്ട്രീയക്കാരെയും ഇട്ട് വെളുപ്പിക്കുന്നു എന്ന് പറയുന്ന ആരോപണത്തെ പൂർണ്ണമായിട്ടും ശരിവെക്കുന്ന തരത്തിലാണ് ഇന്ന് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നതെന്നാണ് വ്യക്തമാകുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2 ദിവസം മുമ്പ്, അതായത് 3/4/2021 പുലർച്ചെയാണ് ഇത്തരത്തിൽ കുഴൽപ്പണം പിടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പരാതി കൊടുക്കുമ്പോൾ 25 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് അതിലെ പ്രധാന കക്ഷിയായിട്ടുള്ള ധർമ്മരാജൻ കൊണ്ടുപോയി പരാതി കൊടുത്തത്. പോലീസിന്റെ അന്വേഷണ മധ്യയാണ് അത് 25 ലക്ഷം അല്ല 3.5 കോടി ഉണ്ടെന്ന് ബോധ്യപ്പെട്ടു. ആ 3.5 കോടിയിൽ തന്നെ ശരിക്കും പണയം വച്ച പൈസ, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത പൈസ, ആ 2 ദിവസം കൊണ്ട് ആ പണം ഉപയോഗിച്ചുകൊണ്ട് വാങ്ങിച്ച സാധന സാമഗ്രികളെല്ലാം പോലീസ് റിക്കവറി നടത്തിയിട്ടാണ് 110 ദിവസത്തിനുള്ളിൽ തന്നെ ക്രൈംബ്രാഞ്ച് അതിൽ അന്വേഷണ റിപ്പോർട്ട് കൊടുത്തത്. ആ അന്വേഷണ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് സൂചിപ്പിച്ചു, റിപ്പോർട്ടിന്റെ 38-ാം പേജിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഈ കേസിലെ കവർച്ച ചെയ്യപ്പെട്ട 3.5 കോടി രൂപ ബാംഗ്ലൂരിൽ നിന്നും അനധികൃതമായി BJP പാർട്ടിയുടെ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി കൊണ്ടുവന്നതാണെന്നും ഈ 3.5 കോടി രൂപ കവർച്ച ചെയ്യപ്പെട്ടതെന്നും വെളിവായിട്ടുണ്ട്. അനധികൃതമായി പണം കൊണ്ടുവന്നതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ഇൻകം ടാക്സ് എന്നീ ഡിപ്പാർട്ട്മെന്റുകൾ നടത്തേണ്ടതിനാൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ആദ്യം സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ പകർപ്പ് സഹിതം ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി, കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് എന്നിവർക്ക് അയച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞു. 110 ദിവസത്തിനുള്ളിൽ 22 പ്രതികൾക്കെതിരായിട്ടുള്ള കുറ്റപത്രം കവർച്ചാ കേസിൽ അന്വേഷണം പൂർത്തീകരിച്ച് സമർപ്പിച്ചതിന് ശേഷം PMLA കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് അത് ED ആണ് എന്നുള്ള തരത്തിൽ വിശദമായിട്ടുള്ള കത്ത്, അതുപോലെ തന്നെ അന്വേഷണ കുറ്റപത്രത്തിന്റെ റിപ്പോർട്ട്, ഇതുവരെ അന്വേഷിച്ച റിപ്പോർട്ട് എല്ലാം ED-ക്ക് സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ 9/8/2021 തന്നെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഇലക്ഷൻ കമ്മീഷന് കൊടുക്കുന്നു. ആ ആഴ്ച തന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സിന് സമർപ്പിക്കുന്നു. അതിനുശേഷം മാസങ്ങൾ കഴിഞ്ഞു പോകുന്നു, വർഷങ്ങളാകുന്നു, ഒരു തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷനും ED നടത്തുന്നില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ കേസിലെ 51ാമത് സാക്ഷി ഹൈക്കോടതിയെ സമീപിച്ചിട്ട് എന്നെ പലതവണ ചോദ്യം ചെയ്ത കേസാണ്, ഞാനിതിൽ സാക്ഷിയാണ്, ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കാത്തതിൽ ഗൗരവമുണ്ട് എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ കേസ് സമർപ്പിച്ചപ്പോഴാണ് ED പലതവണ അഫിഡവിറ്റ് ഫയൽ ചെയ്തു, എഫക്റ്റീവ് ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഗോയിങ് ഓൺ എന്ന രൂപത്തിലാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും അവസാനം അവർ കുറ്റപത്രം സമർപ്പിക്കുന്നത് ഇതിൽ കള്ളപ്പണം ഇല്ല, അതുപോലെ തന്നെ BJP നേതാക്കന്മാർക്ക് പങ്കില്ല, ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കള്ളപ്പണമാണ് എന്ന രൂപത്തിൽ കുറ്റപത്രം സമർപ്പിച്ചതായിട്ടാണ് മനസ്സിലാക്കുന്നത്. പറഞ്ഞ ഈ കേസ് പൂർണ്ണമായും അടച്ചിരിക്കുകയാണ് ED. കേസിൽ 23 പ്രതികളുണ്ട്. 11 പേർ നേരിട്ട് കവർച്ചയിൽ പങ്കെടുത്ത, അതായത് ഈ മോഷണവുമായി ബന്ധപ്പെട്ട് കവർച്ചയിൽ പങ്കെടുത്തവർ പ്രതികളുടെ 12.88 ലക്ഷത്തിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടി, 9 ലക്ഷത്തിന്റെ ഭൂസ്വത്തും 3.88 ലക്ഷത്തിന്റെ ബാങ്ക് അക്കൗണ്ടുകളും കണ്ടുകെട്ടിയിരിക്കുന്നു. അപ്പോൾ ഈ കാർ തട്ടിക്കൊണ്ടുപോയി 3.5 കോടി കവരുകയായിരുന്നു എന്ന കേസാണ്. അപ്പോൾ ഇതിൽ BJP നേതാക്കൾക്ക് പങ്കില്ല. അപ്പോൾ പോലീസ് നൽകിയിരിക്കുന്ന കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്ന കാര്യം, പോലീസിന്റെ റിപ്പോർട്ടിലുണ്ടായിരുന്നത് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ, സംഘടനാ സെക്രട്ടറി M. ഗണേശൻ, ഓഫീസ് സെക്രട്ടറി ഗിരീശൻ നായർ എന്നിവർ കള്ളപ്പണം കൈകാര്യം ചെയ്തു എന്നായിരുന്നല്ലോ. അതിനുശേഷം ഈ ധർമ്മരാജന്റെ മൊഴിയെടുത്തു. ധർമ്മരാജന്റെ ആണല്ലോ പ്രധാനപ്പെട്ട ഇതിലെ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. അപ്പോൾ ധർമ്മരാജൻ ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴിയല്ല അരുൺകുമാർ ED-ക്ക് നൽകിയിരിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? ധർമ്മരാജൻ എന്താണോ ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞത് അങ്ങനെയല്ല, താനൊരു ബിസിനസ്സുകാരനാണ്, ബിസിനസ്സുകാരത്തിന് ആവശ്യത്തിന് വന്ന പണം എന്നാണ് ED-യോട് പറഞ്ഞത്. അതോടുകൂടി കാര്യങ്ങൾ എളുപ്പമായി. ഇല്ല, ധർമ്മരാജൻ 25 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണല്ലോ പരാതി കൊടുത്തേ. പോലീസ് അന്വേഷിച്ച് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ അത് 3.5 കോടി ഉണ്ടെന്ന് മനസ്സിലാക്കി. പിന്നീട് വിശദമായിട്ടുള്ള അന്വേഷണത്തിലൂടെ ഏകദേശം 41 കോടി രൂപയോളം തെരഞ്ഞെടുപ്പ് ആവശ്യത്തിന് കേരളത്തിലേക്ക് കൊണ്ടുവന്നതായിട്ട് അന്വേഷണത്തിൽ കണ്ടെത്തി. ഏതായാലും ED-യെ സംബന്ധിച്ചിടത്തോളം അവർ തന്നെ അന്വേഷിക്കുകയും അവർ തന്നെ വിധി പറയുകയും ചെയ്ത സാഹചര്യമാണ് ഈ കേസിലുള്ളത്. ഒരിക്കലും ഒരു അന്വേഷണ ഏജൻസിക്ക് വിധി പറയാൻ ഉള്ള അധികാരമില്ലല്ലോ. അവർ കിട്ടിയ ഇൻവെസ്റ്റിഗേഷന്റെ റിപ്പോർട്ട് കുറ്റപത്രം എന്ന രൂപത്തിൽ സമർപ്പിക്കുകയും അത് കള്ളപ്പണമാണോ, അതിന്റെ സോഴ്സ് എവിടെ നിന്നാണ്, ഗൂഢാലോചനയുണ്ടോ, എന്തു പർപ്പസിനാണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് കോടതിയാണ് അതിൽ കൃത്യമായി തെളിവെടുപ്പിന് ശേഷം ഉത്തരവ് പറയേണ്ടത്. ഇവിടെ അന്വേഷണ ഏജൻസി തന്നെ പ്രധാനപ്പെട്ട പ്രതികളെ എക്സോണറേറ്റ് ചെയ്ത്, രാഷ്ട്രീയ പാർട്ടികളെ എക്സോണറേറ്റ് ചെയ്ത് തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ റിപ്പോർട്ട് കൊടുത്തതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഏതായാലും ഇവിടെ 25 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ആളിൽ നിന്ന് തന്നെ 3.5 കോടി രൂപയുടെ സോഴ്സ് കണ്ടെത്തുന്നതും അവർ പണയം വച്ച സ്വർണം, വാങ്ങിച്ച വാച്ച്, മറ്റു വാല്യുബിൾസ് എല്ലാം കണ്ടെത്തുന്ന സാഹചര്യത്തിൽ ഈ ധർമ്മരാജൻ എന്ന് പറഞ്ഞ കക്ഷി ഒരു ജെനുവിൻ അല്ല, കള്ളമാണ് പറഞ്ഞത് എന്നത്
എന്നത് ബോധ്യപ്പെട്ടിരിക്കുന്നു. പിന്നെ അതിനുശേഷം ഈ ഇതിലെ പ്രധാനപ്പെട്ട കക്ഷികളെല്ലാം എന്തിനാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന K. സുരേന്ദ്രനെ ഫോണിൽ വിളിച്ചത്? അതുപോലെ തന്നെ പല BJP നേതാക്കന്മാരും ഈ പ്ലേസ് ഓഫ് റിക്കവറി ഡെക്കോയിറ്റ് നടന്ന സ്ഥലം കാണാൻ വന്നത് എന്തിനാണ്? ആ ലീഡർഷിപ്പൊക്കെ അവിടെ കേന്ദ്രീകരിക്കുന്ന സാഹചര്യമുണ്ടല്ലോ. അപ്പോൾ ഇതിന്റെ ചെയിൻ ഓഫ് ഇൻസിഡന്റ് നോക്കിക്കഴിഞ്ഞാൽ ഇത് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി കൊണ്ടുവന്ന കള്ളപ്പണമാണെന്ന് ബോധ്യമുണ്ട്. അത് അന്വേഷണം നടത്തിയ ക്രൈംബ്രാഞ്ച് അതിന്റെ എല്ലാ തെളിവുകളും ശേഖരിച്ചതിന് ശേഷമാണ് നിയമപ്രകാരം ഞങ്ങൾക്ക് തുടരന്വേഷണം നടത്താൻ അധികാരമില്ല, അതുകൊണ്ട് ഇന്ന പർപ്പസുകൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞ് മുതലും പണവും എല്ലാമായിട്ട് കൈമാറുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഈ കണ്ടെത്തിയ പണം കോടതിയിൽ നിന്ന് തിരിച്ചു കിട്ടാൻ വേണ്ടി ധർമ്മരാജൻ തന്നെ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നുണ്ട്. 3.5 കോടി. തന്റെ 25 ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടതെങ്കിൽ JFCM ഇരിങ്ങാലക്കുട കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്ത് തൊണ്ടി മുതൽ എനിക്ക് തിരിച്ചു വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നത് 3.5 കോടി രൂപയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ വലിയ തർക്കങ്ങൾ ആ സമയത്ത് ഉരുത്തിരിഞ്ഞ് വന്നതാണ്. അപ്പൊ ഇതിൽ നിന്ന് വ്യക്തമാണ് BJPയുടെ ആവശ്യത്തിന്, തെരഞ്ഞെടുപ്പ് ആവശ്യത്തിന്, ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടി കൊണ്ടുവന്ന കള്ളപ്പണമാണെന്നും ഇത് എവിടെ നിന്നാണ് വന്നത്, ആരാണ് കൊണ്ടുവന്നത്, ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് പകരം ഇത് BJP നേതാക്കന്മാരിലേക്ക് എത്തും എന്നതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ന് സ്വയം അവകാശപ്പെടുന്ന ED ഈ കേസ് അന്വേഷണത്തെ അട്ടിമറിച്ച് അവർ തന്നെ വിധി പറഞ്ഞിരിക്കുന്ന ഒരിക്കലും ഈ ജുഡീഷ്യറിയിൽ കാണാത്ത, അന്വേഷണ വ്യവസ്ഥയിൽ കാണാത്ത തരത്തിലുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഏതായാലും കോടതിയിൽ 2-3 തവണ ഞങ്ങൾ ശക്തമായിട്ട് അന്വേഷണം നടത്തുന്നു, റിപ്പോർട്ട് ഇപ്പോൾ ഫയൽ ചെയ്യും എന്ന് പറഞ്ഞ ED ഇത്തരത്തിൽ അന്വേഷണ പ്രഹസനം നടത്തി റിപ്പോർട്ട് ഫയൽ ചെയ്തതായിട്ടാണ് മനസ്സിലാക്കുന്നത്. മനസ്സിലാക്കാൻ അരുൺകുമാർ, ഇതിൽ BJP പ്രതിനിധി അല്പസമയത്തിനകം നമ്മോടൊപ്പം ചർച്ചയിലെത്തും. ഞാൻ ഷിബു മീരാനിലേക്ക് പോകുന്നു. ശ്രീ പത്മനാഭൻ എത്തിയോ? ശ്രീ പത്മനാഭൻ കേൾക്കാമല്ലോ? ശ്രീ പത്മനാഭൻ, ED റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഇതൊരു ഹൈവേ കവർച്ച, അതായത് എവിടെ നിന്ന് വന്നിരിക്കുന്നു ഈ ഹവാല പണം, ഈ കുഴൽപ്പണം എന്നതിൽ അന്വേഷണമില്ല. ഇതിൽ ധർമ്മരാജന്റെ മൊഴിയിലേക്ക് അന്വേഷണം പോയിട്ടില്ല. ബിസിനസ് ആവശ്യങ്ങൾ എന്ന മൊഴി മാറ്റി പറഞ്ഞത് മാത്രം, അതായത് പോലീസിന്റെ കൃത്യമായ റിപ്പോർട്ടിൽ ഇവിടുത്തെ BJPയിലെ പ്രധാനപ്പെട്ട നേതാക്കളെ അടക്കം പ്രതിക്കൂട്ടിലാക്കുന്ന വിവരങ്ങളാണ് നൽകിയിരുന്നത്. അതിലേക്കൊന്നും അന്വേഷണം പോകാതെ ഒരു ഹൈവേ കവർച്ച അന്വേഷിച്ച് ED റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. ഇതാണ് BJPയെക്കുറിച്ച് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ കുറിച്ച്, കേന്ദ്ര അന്വേഷണ ഏജൻസിയെക്കുറിച്ച് സ്ഥിരമായി പ്രതിപക്ഷം പറയുന്ന കാര്യം ഒന്നുകൂടി ശരിവെക്കുന്ന കാര്യമല്ലേ ഉണ്ടായിട്ടുള്ളത്. കാരണം ED എന്നത് നിങ്ങൾക്ക് പ്രതിപക്ഷ നേതാക്കളെ പിടികൂടാനുള്ള ഒരു ടൂൾ മാത്രമാണ് എന്ന്. ഇവിടെ അരുൺകുമാർ പറഞ്ഞതിൽ ഒരു വലിയ തെറ്റുണ്ട്. ധർമ്മരാജൻ പോലീസിന്, അതായത് ആദ്യം ഈ കേസ് അന്വേഷിച്ച ലോക്കൽ പോലീസ് ധർമ്മരാജനെ ആദ്യമായി ലോക്കൽ പോലീസ് ചോദ്യം ചെയ്ത സമയത്ത് അദ്ദേഹം കൊടുത്ത മൊഴിയുണ്ട്. ആ മൊഴി കേരളത്തിലെ ചാനലുകളിലൊക്കെ വന്നതാണ്. അദ്ദേഹം പറഞ്ഞത് ഇത് എൻ്റെ പൈസയാണ്, ഞാൻ ബോംബെയിൽ നിന്നും ഒരാളിൽ നിന്നും വാങ്ങിയ പൈസയാണ്, അത് ഇവിടെ ബിസിനസ് ആവശ്യാർത്ഥം കൊണ്ടുവന്നതാണെന്നാണ് ലോക്കൽ പോലീസിന് ആദ്യം കൊടുത്ത മൊഴി. ആ മൊഴി അട്ടിമറിച്ചുകൊണ്ട് നമ്മുടെ ക്രൈംബ്രാഞ്ചിൽ CPM-കാരായ ചില അറിയപ്പെടുന്ന CPM ഫ്രാക്ഷൻ, കേരള പോലീസിലെ CPM ഫ്രാക്ഷനിൽപ്പെട്ട ചില ഉദ്യോഗസ്ഥന്മാരെ വെച്ച് കേസ് അന്വേഷിച്ചിട്ട് വ്യാജമൊഴി ഉണ്ടാക്കിയതാണ് BJPയുടെ പേരിൽ. അതിനുശേഷമാണ് ധർമ്മരാജൻ ഇരിങ്ങാലക്കുട മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ പൈസ എനിക്ക് വിട്ടുതരണമെന്ന് പെറ്റീഷൻ കൊടുത്തത്. ആ പെറ്റീഷൻ തള്ളാനുണ്ടായ കാരണം ഇത് തൊണ്ടി മുതലാണ്, കേസ് കഴിയുന്നതിന് മുമ്പ് വിട്ടുതരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് തള്ളിയത്. അപ്പോൾ ലോക്കൽ പോലീസിൽ ധർമ്മരാജൻ കൊടുത്ത ആദ്യത്തെ 161 സ്റ്റേറ്റ്മെന്റ്, 164 സ്റ്റേറ്റ്മെന്റ് FIR ധർമ്മരാജൻ അല്ല കൊടുത്തിരിക്കുന്നത്. അത് ധർമ്മരാജൻ തന്ന പൈസയാണെന്ന് തന്നെയാണ് ഇൻഫോർമന്റ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ധർമ്മരാജൻ കൊടുത്ത മൊഴിയിൽ ഇത് എന്റെ പൈസയാണ്, ഞാൻ ബോംബെയിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഈ ക്രൈംബ്രാഞ്ചിന്റെ ഈ മാർക്സിസ്റ്റുകാരായ ഉദ്യോഗസ്ഥന്മാർ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അങ്ങോര് ഇരിഞ്ഞാലക്കുട മജിസ്ട്രേറ്റ് കോടതിയിൽ പെറ്റീഷൻ കൊടുത്തു, എന്റെ പൈസ മുതലാണ്, പിടിച്ചെടുത്ത തൊണ്ടി മുതൽ വിട്ടുതരാൻ പറ്റില്ല കേസ് കഴിയുന്നവരെ എന്ന് പറഞ്ഞ് തള്ളിയിരിക്കുകയാണ്. പിന്നെ ED ഒരു ഉത്തരവാദിത്തപ്പെട്ട അന്വേഷണ ഏജൻസിയാണ്. അവര് ഒരു റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കുമ്പോൾ അവരെടുത്ത് രേഖകളും തെളിവുകളും ഉണ്ടാവില്ലേ? ധർമ്മരാജൻ വന്നിട്ട് ഇത് എന്റെ പൈസ, ധർമ്മരാജന്റെ പരാതിയിൽ എത്ര രൂപ പോയി എന്നായിരുന്നു ധർമ്മരാജന്റെ പരാതി? എന്നിട്ട് പോലീസ് കണ്ടെത്തിയത് എത്രയായിരുന്നു? ധർമ്മരാജന്റെ ആദ്യത്തെ 161 സ്റ്റേറ്റ്മെന്റിൽ, സംഭവം നടന്ന് 2-മത്തെയോ 3-മത്തെയോ ദിവസം കൊടുത്ത 161 സ്റ്റേറ്റ്മെന്റിൽ 3 ചില്ലാനം കോടി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് കേരളത്തിലെ ചാനലുകൾ പുറത്തുവിട്ട മൊഴിയാണ്. താങ്കൾക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ അത് സംഘടിപ്പിച്ച് അയച്ചു തരാം, എന്റെ കൈവശം ഇല്ല.
അതിൽ കൃത്യമായി ആദ്യ മൊഴിയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് 3 ചില്ലാനം കോടിയാണ് എന്ന്. അതിന് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മാനേജർ 25 ലക്ഷം എന്ന് പറഞ്ഞതിനും അദ്ദേഹം കാരണം പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ മൊഴി ഇപ്പൊ എന്റെ കൈവശമില്ല. ഞാൻ അവനോട് 25 ലക്ഷമേ ഉള്ളൂ എന്നേ പറഞ്ഞിട്ടുള്ളൂ. വാഹനത്തിന്റെ ഉള്ളിൽ 25 ലക്ഷമാണ് ഉള്ളത് ബാഗിൽ എന്നാണ് അവനോട് പറഞ്ഞത്. അവനത്രേ അറിയുള്ളൂ, കാരണം ഇത്രയും വലിയ പൈസയുണ്ട് എന്ന് അവനോട് പറയണ്ട എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ല. അവൻ പോയിട്ട് 25 ലക്ഷം പറഞ്ഞിട്ട് പരാതി കൊടുത്തു. അവൻ പറയുന്നുണ്ട് ഇത് ധർമ്മരാജൻ തന്ന പൈസയാണെന്ന്. അവൻ പറയുന്നത് BJPയുടെ പേരൊന്നല്ല, ധർമ്മരാജൻ തന്നയച്ച പൈസയാണെന്നാ പറഞ്ഞത്. ധർമ്മരാജന്റെ ആദ്യത്തെ 161 സ്റ്റേറ്റ്മെന്റ് കിട്ടുമെങ്കിൽ ഒന്ന് സംഘടിപ്പിച്ചോളൂ. എന്റെ അടുത്ത് ഞാൻ സംഘടിപ്പിച്ച് വേണേ അയച്ചു തരാം. അതിൽ പറഞ്ഞത് 3 ചില്ലാനം കോടി. സംഭവം നടന്ന് 3-ാമത്തെ ദിവസവും 2-ാമത്തെ ദിവസം 3-ാമത്തെ ദിവസം കൊടുത്ത മൊഴിയാണ്. അദ്ദേഹം പറഞ്ഞത് 3 ചില്ലാനം കോടി എന്ന്. അത് ഇവിടുത്തെ ചാനലൊക്കെ കാണിച്ച മൊഴിയാ. ശരി, ആദ്യ മൊഴിക്ക് ശേഷം അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ എന്താണ് കണ്ടെത്തൽ? 41.48 കോടി രൂപ കേരളത്തിലേക്ക് എത്തിച്ചു. CPM എന്ന് പറയുമ്പോൾ അല്ലല്ല, CPM എന്ന് പറയുമ്പോൾ തിരൂർ സതീശും CPM ആണോ? തിരൂർ സതീശ് 4 കൊല്ലം എവിടെയായിരുന്നു? 2001-ലല്ലേ സംഭവം നടന്നത്, 21-ലല്ലേ സംഭവം നടന്നത്. ഇദ്ദേഹം 3.5-4 വർഷം 4 കൊല്ലത്തിന് ശേഷം ഒരു സത്യം വെളിപ്പെടുത്താൻ ഒരു തീരുമാനിച്ചാൽ അത് സത്യമല്ല. ഇനി 4 വർഷത്തിന് ശേഷം ഒരു സത്യം വെളിപ്പെടുത്തുന്ന ഒരാളുടെ മൊഴി അത് വേറെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി, 4 വർഷങ്ങൾക്ക് ശേഷം ഒരാൾ മൊഴി രേഖപ്പെടുത്തിയാൽ, ഒരാൾ വെളിപ്പെടുത്തൽ നടത്തിയാൽ അയാളുടെ മൊഴി ED എടുക്കില്ല എന്ന് കൂടിയാണോ? ഒന്ന് ചോദ്യം കേൾക്കൂ ശ്രീ. താല്പര്യങ്ങളാണെന്ന്. അതൊക്കെ വേറെ ചില സമ്മർദ്ദങ്ങൾക്കും വേറെ ചില താല്പര്യങ്ങൾക്കും ഒക്കെ വിധേയമാണ്. അല്ല, അതൊക്കെ എങ്ങനെ ED ഗണിച്ചു നോക്കിയിട്ടാണോ തീരുമാനിക്കുന്നത്? എന്താണ് ED മൊഴിയെടുക്കാത്തത്? എന്തുകൊണ്ട് ED തിരൂർ സതീശിന്റെ മൊഴിയെടുത്തില്ല? EDയോട് ചോദിക്കണം. അങ്ങനെ പറയരുത്. EDയുടെ കാര്യം നിങ്ങളോടാണ് ചോദിക്കേണ്ടത്. EDയുടെ കാര്യം നിങ്ങളോട് മാത്രമേ ചോദിക്കാൻ പറ്റൂ. പറ്റില്ല. ED BJPയുടെ ഒരു മോർച്ചയല്ല, യുവമോർച്ചയോ അല്ലെങ്കിൽ മഹിളാ മോർച്ചയോ പോലെയൊന്നും അല്ല. ED ഒരു സ്വതന്ത്ര ഏജൻസിയാണ്. ED ഒരു സ്വതന്ത്ര ഏജൻസിയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ, സംഘടനാ സെക്രട്ടറി M ഗണേശൻ, ഓഫീസ് സെക്രട്ടറി ഗിരീശൻ നായർ എന്നിവർ കള്ളപ്പണം കൈകാര്യം ചെയ്തു എന്ന കേസ് EDയിലേക്ക് എത്തുമ്പോൾ അതൊരു ഹൈവേ കവർച്ചയായി മാത്രം അന്വേഷണത്തിലേക്ക് പോകുന്നു. അതെങ്ങനെയാണ്? തെളിവില്ല. ആ കുറ്റപത്രത്തിൽ ഒരു തെളിവുമില്ല. തെളിവില്ല എന്ന് പറഞ്ഞാൽ തെളിവ് അന്വേഷിക്കണ്ടേ? കുറ്റപത്രം വായിച്ചതാ. അല്ലല്ല, ED എന്ത് അന്വേഷണം നടത്തിയെന്നാണ്? പോലീസ് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രത്തിന്റെ കാര്യമാണ് പറയുന്നത്. BJPയെ ബന്ധിപ്പിക്കാൻ BJPയുടെ അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിച്ചതായി കാണില്ല. BJPയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇത്രയും പൈസ വന്നതായി കാണില്ല. BJP കൊടുത്തയച്ചതിന് ഒരു തെളിവുമില്ല. CCTV പരിശോധിച്ചല്ലോ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ. എന്തെങ്കിലും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. CCTVയിൽ ടാമ്പർ ചെയ്തിട്ടില്ല എന്ന് ക്രൈംബ്രാഞ്ച് പറഞ്ഞു. ദർ ഈസ് നോ ടാമ്പറിംഗ് ഇൻ CCTV എന്ന് ക്രൈംബ്രാഞ്ച് പറഞ്ഞില്ല. എന്നിട്ടും ഈ പറഞ്ഞ പോലെ ധർമ്മരാജ് അവിടെ വരുന്നതോ പോകുന്നതോ ഒന്നും കിട്ടിയില്ലല്ലോ. ടാമ്പർ ചെയ്തിട്ടില്ല CCTV എന്നാണ് ക്രൈംബ്രാഞ്ച് പറഞ്ഞത്. ടാമ്പർ ചെയ്യാത്ത CCTV എന്ന് പോലും BJP ജില്ലാ കമ്മിറ്റി ഓഫീസിന് കിട്ടിയ ഒരു തെളിവില്ല. ഇതൊക്കെ വെറുതെ ഇത് ക്രിമിനൽ പണ്ടൊരു ഒരു നോവലിസ്റ്റ്, മലയാള നോവലിസ്റ്റ്, അതുപോലെ ഈ കുറ്റാന്വേഷണ കഥകൾ എഴുതുന്ന പോലെ കുറ്റപത്രം എഴുതിയിട്ട് കാര്യമില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ EDയുടെ കുറ്റപത്രവും പണം എവിടെ നിന്ന് വന്നു എന്നുള്ളതാണല്ലോ. അങ്ങനെ ഒരു അന്വേഷണം നടത്തിയിട്ടില്ല. കോടതി തീരുമാനിച്ചോട്ടെ. ഇതൊക്കെ കോടതിയിലല്ലേ? അല്ല, കോടതിയിലേക്ക് എത്തും. കോടതിയിലല്ലേ? ഞാനും അതാണ് കോടതിയിലേക്ക് എത്തിയതിന്റെ കഥകൾ നമ്മുടെ മുന്നിലുണ്ട്. ശ്രീ പത്മനാഭൻ മോദി സർക്കാരിന്റെ കാലത്ത് ഒന്ന് കേൾക്കൂ, ഇങ്ങനെ പറഞ്ഞു പോവല്ലേ, ഒന്ന് കേൾക്കൂ. ജില്ലാ ജഡ്ജ് ഞാൻ പറയുന്ന കേൾക്കൂ. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉത്തരം പറയാം. ഞാൻ ഉത്തരം പറഞ്ഞോണ്ട് അതിനിടയിൽ കൂടി ഇങ്ങനെ സംസാരിച്ചിട്ട് കാര്യമല്ല. ഇരിങ്ങാലക്കുട മജിസ്ട്രേറ്റ് കോടതിയും EDയുടെ എക്കണോമിക് ഒഫൻസസ് കോടതിയുണ്ട് എറണാകുളത്തെ. അവിടെ ഒരു ജില്ലാ ജഡ്ജാണ് ഇരിക്കുന്നത്. അവര് തീരുമാനിക്കട്ടെ. തീരുമാനിക്കാൻ പോകുന്നതാണോ ED പറയുന്നതാണോ ശരി, അതല്ല ക്രൈംബ്രാഞ്ച് പറയുന്നതാണോ ശരി?
എന്ന് കോടതി തീരുമാനിക്കട്ടെ. ഒരു മിനിറ്റ് കോടതി കേൾക്കൂ. തീരുമാനിക്കട്ടെ. ഇ ഡി ശ്രീ പറയുന്നതാണോ പത്മനാഭൻ, ശരി, റേഡിയോ അതല്ല ഓൺ ചെയ്ത് ക്രൈം വെച്ച പോലെ ബ്രാഞ്ച് ഇങ്ങനെ പറയുന്നതാണോ ശരി എന്ന് ഇ ഡി തീരുമാനിക്കട്ടെ. ശരി. അല്ല, കോടതി തീരുമാനിക്കട്ടെ. അല്ല, ഞങ്ങൾ അതിങ്ങനെ ആവർത്തിക്കേണ്ട, ഒരു തവണ പറഞ്ഞല്ലോ. തർക്കിക്കാനില്ല. അല്ല, ഞാൻ പറയാം, കോടതി തീരുമാനിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ കാലത്ത് 193 കേസുകൾ ഇ ഡി എടുത്തു. പ്രതിപക്ഷത്തെ ഒന്ന് കേൾക്കൂ ശ്രീ പത്മനാഭൻ. കേസ് വിചാരണയായിട്ടില്ല. ശ്രീ പത്മനാഭൻ, ഡൽഹിയിൽ നടന്ന കാര്യവും ബോംബെയിൽ നടന്ന കാര്യവും ഒന്നും ഇവിടെ പറയണ്ട. അതിവിടെ പറയും. ഇവിടെ പറയും. കേരളത്തിലെ ഇ ഡി അല്ല, ഒരു കാര്യമില്ല. ഇ ഡി കേരളത്തിലെ ഇ ഡി അല്ല, കേന്ദ്ര ഏജൻസിയാണ്. ഒന്ന് കേൾക്കൂ. 193 കേസുകൾ പ്രതിപക്ഷത്തെ നേതാക്കൾക്കെതിരെ ഇ ഡി എടുക്കുന്നു അല്ലേ? രണ്ട് കേസുകളാണ് ശിക്ഷിക്കപ്പെട്ടത്. രണ്ട് കേസുകളാണ് ശിക്ഷിക്കപ്പെട്ടത്. അതാണ് നിങ്ങളുടെ ഇ ഡി. അതാണ് നിങ്ങളുടെ ഇ ഡി. അരവിന്ദ് കെജ്രിവാൾ. ശരി, അടുത്ത ഷിബു മീരാൻ. ഇതൊരു നല്ല തന്ത്രമാണ്. ഇങ്ങനെ പറഞ്ഞു പോവുക, ഫുൾ സ്റ്റോപ്പ് ഇടാതെ പറഞ്ഞു പോവുക. ഇ ഡിക്ക് ഒരു രാഷ്ട്രീയ തന്ത്രവുമില്ല. ഇവിടെ ഇ ഡി ശരിയായി അന്വേഷിച്ചപ്പോൾ ബി ജെ പി നേതാക്കളിലേക്ക് പോകാൻ ഒരു തെളിവുമില്ല. CCTV തെളിവ് പോലും ഇല്ല എന്നതാണ് ബി ജെ പി പ്രതിനിധിയുടെ വാദം. ഷിബു മീരാൻ, സ്മൃതി, ആദ്യം ഇപ്പൊ ഇ ഡി ഇങ്ങനെ ഒരു കേസ് അന്വേഷിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കൊക്കെ അറിയാം. ഇ ഡി കഴിഞ്ഞ കുറേ നാളുകളായി NDA മുന്നണിയിലെ ഒരു ഘടകകക്ഷികളാണ്. കുറച്ചുകൂടി കടത്തി പറഞ്ഞാൽ രാജ്യം ഭരിക്കുന്ന 2 പ്രമുഖരായ നേതാക്കന്മാരുടെ വേട്ടനായ്ക്കളെ പോലെയാണ് ഇ ഡി കഴിഞ്ഞ കുറേ നാളായി പണിയെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഈ കേസ് ഇവിടെ പറയുന്നുണ്ടല്ലോ, അത് അവിടെ പോയിട്ട് കാര്യമില്ല, ബോംബെയിലെ കാര്യമൊക്കെ ഇവിടെ കുറച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ട്. എന്താണെന്നറിയോ, ഇപ്പം അജിത് പവാർ ഇപ്പോൾ ഇവരുടെ കൂടെയാണല്ലോ. അദ്ദേഹം ഇവരുടെ എതിർപക്ഷത്തായിരുന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ 1000 കോടി രൂപയുടെ സ്വത്ത് കണ്ടുകെട്ടി. എന്നാൽ അദ്ദേഹം മുന്നണി മാറുമ്പോഴോ പെട്ടെന്ന് ആ സ്വത്തൊക്കെ തിരിച്ചു കൊടുത്ത് അദ്ദേഹത്തിനെതിരെയുള്ള കേസുകളൊക്കെ അവസാനിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ സുനേത്ര പവാർ 25,000 കോടി രൂപയുടെ സ്കാമാണ് അവർക്കെതിരെ ഇവർ കൊണ്ടുവന്നത്. ആ കേസ് അജിത് പവാർ ഇങ്ങോട്ട് വരുന്നതോടുകൂടി ഭാര്യയ്ക്കും ഭർത്താവിനെതിരെ എല്ലാ കേസുകളും ഒഴിവാക്കി. ഇപ്പോൾ ഇവരുടെ ഒരു പ്രതിപക്ഷ നേതാവുണ്ടല്ലോ പശ്ചിമ ബംഗാളിൽ, സുവേന്ദു അധികാരി, 2017 നാരദ കേസിൽ അദ്ദേഹം പ്രതിയായിരുന്നു. അടിക്കടി ഇങ്ങനെ ചോദ്യം ചെയ്യാൻ വിളിച്ച് ശല്യപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇത് അവസാനിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഞാൻ പോയി BJP ചേരാം. അങ്ങനെ അദ്ദേഹം BJP ചേർന്നു. ഇപ്പം അദ്ദേഹം BJPയുടെ പ്രതിപക്ഷ നേതാവാണ്. ആ കേസ് അവിടെ ഉണ്ട്, നാരദ കേസ് എവിടെയും പോയിട്ടില്ല. പക്ഷെ സുവേന്ദു അധികാരി ഫ്രീ ആണ്. ഹിമന്ത വിശ്വ ശർമ്മ പറയാൻ തീരുമാനിച്ചാൽ എത്രയും നമുക്ക് പറയാം. അങ്ങനെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരെ വേട്ടയാടാൻ വേട്ടനായ്ക്കളെ പോലെ ഇവർ തുടലടിച്ചു വിടുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇങ്ങനെ ഒരു കേസ് അന്വേഷിച്ചാൽ ഇപ്പോൾ ഈ 3.5 കോടി രൂപ ഇവിടെ പറഞ്ഞല്ലോ, എന്താണ് 25 കോടിയേ ഉള്ളൂ എന്നാണ് ഞാൻ ഡ്രൈവറോട് പറഞ്ഞത് എന്ന് പറഞ്ഞു എന്നാണ്. നമ്മൾ 25 കോടിയേ ഉള്ളൂ എന്ന് ഡ്രൈവറോട് പറയുന്നു. പിറ്റേ ദിവസം 3.5 കോടി പിടിച്ചെടുക്കുന്നു. ഈ 3.5 കോടി, അതെ 25 ലക്ഷം ശരിയാണ് സ്മൃതി. ഈ 3.5 കോടി എവിടെ നിന്ന് വന്നു? ഇനി ഒരു സിമ്പിൾ ലോജിക്ക് പറയാം സ്മൃതി എൻ്റെ കയ്യിൽ ഒരു 1 ലക്ഷം രൂപ തന്നയക്കുന്നു ഒരാളെ ഏൽപ്പിക്കാൻ. എൻ്റെ കയ്യിൽ നിന്ന് ആ പണം വഴിക്ക് നഷ്ടപ്പെടുന്നു. സ്വാഭാവികമായിട്ട് ഞാൻ ആദ്യം സ്മൃതിയാണല്ലോ വിളിക്കുക, സ്മൃതി നിങ്ങൾ എന്നെ ഏൽപ്പിച്ച പണം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുപോലൊരു ഫോൺ കോൾ ഇവിടെയും നടന്നിട്ടുണ്ടല്ലോ. ഈ പണം നഷ്ടപ്പെട്ടതിന് തൊട്ട് പിന്നാലെ കെ സുരേന്ദ്രനെ വിളിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ മകനെയും വിളിക്കുന്നുണ്ട്. ഈ പണം എന്ന് വെച്ചാൽ ഇവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ആലുവ പാലസ് വാങ്ങാൻ, ആലപ്പുഴയിലെ കൊട്ടാരം വിലക്ക് വാങ്ങാൻ ഇയാൾ കൊണ്ടുപോയ 3.5 കോടി രൂപ നഷ്ടപ്പെടുമ്പോൾ എന്തിന് BJP സംസ്ഥാന പ്രസിഡന്റിനെ വിളിക്കണം? എന്തിന് BJP നേതാക്കന്മാർ അവിടെ ഓടിയെത്തണം? ഇനി ഇ ഡിയുടെ മറ്റൊരു രീതിയുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഈ ഹേമന്ത് സോറിനെതിരെ ഇവർ കൊണ്ടുവന്ന കേസ് അത് 2010 ഒരു കേസാണ്. 2023 രജിസ്റ്റർ ചെയ്ത് അദ്ദേഹത്തെ ഇവർ അറസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഈ കേസിലെ ഒരു സാക്ഷി തിരൂർ സതീഷ് അദ്ദേഹം പറയുന്നു, ഞാൻ ഈ പണം കൊണ്ടുവരുന്നത് കണ്ടിരിക്കുന്നു. ഞാൻ പിന്നെ കസ്റ്റോഡിയനായിരുന്ന BJPയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ദിവസങ്ങളോളം ഈ പണം ചാക്കുകെട്ടിൽ സൂക്ഷിച്ചിരുന്നു. അതിനാണ് മറുപടി പറയുന്നത് ശ്രീ പത്മനാഭൻ 4 വർഷം തിരൂർ സതീഷ് എവിടെയായിരുന്നു എന്ന്. തിരൂർ സതീഷിന് 4 വർഷം പ്രാണഭയം ഉണ്ടായിരുന്നു. ഈ കാണായ സംഗതികളൊക്കെ ചെയ്യുന്നവർക്ക് തിരൂർ സതീഷിനെ കൈകാര്യം ചെയ്യാനാണ് അവർ. തിരൂർ സതീഷ് എന്തുകൊണ്ട് തുറന്നു പറഞ്ഞു എന്ന ഇന്റൻഷൻ ഇവിടെ പ്രശ്നമല്ലല്ലോ സ്മൃതി. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതയുണ്ടോ ഇല്ലയോ? ഈ കടത്തിക്കൊണ്ടുവന്ന പണം രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ തെരഞ്ഞെടുപ്പുകളിൽ 1000 കോടി രൂപ ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ചന്തയിലേക്ക് കുത്തിയൊലിപ്പിക്കുന്ന BJPക്ക് കേരളം പിടിക്കാൻ കർണാടകയിൽ ഇവിടെ രാജ്യസഭാ MP കൊടുത്തയച്ച പണമാണോ? ഇത് കൈപ്പറ്റാൻ മറുതലക്കൽ കാത്തിരുന്നത് കെ സുരേന്ദ്രനാണോ? ഈ 2 കാര്യങ്ങളാണ് ഇ ഡി അന്വേഷിക്കേണ്ടത്. അല്ലാതെ തിരൂർ സതീഷ് എന്തുകൊണ്ട്
അന്ന് പറഞ്ഞില്ല, ഇന്ന് പറയുന്നു ഇതൊന്നും അന്വേഷിക്കല് ED-യുടെ പണിയൊന്നുമല്ല. അങ്ങനെയല്ലല്ലോ ED കാര്യങ്ങൾ ചെയ്യാറ്. 2010 കേസ് ഉയർത്തിക്കൊണ്ടുവന്ന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിമാരെ അവരുടെ കൂടെ ഗവർണറുടെ രാജ്ഭവനിൽ പോയി രാജി ഒഴിപ്പിട്ട് വാങ്ങി ജയിലിലേക്ക് കൊണ്ടുപോകാൻ തിടുക്കം കാണിക്കുന്ന ED, ഇവിടുത്തെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ കൂട്ടത്തിൽ ഈ കേസിൽ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ BJP നേതാവ് ഇങ്ങനെ തറുതല പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പിന്നെ ഈ കേസിൽ സംഭവിച്ചിട്ടുള്ള മറ്റൊരു ദൗർബല്യം, യഥാർത്ഥത്തിൽ അതുകൂടി ഇതിന്റെ ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്ത് പോകണം. ഇവിടെ ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ് ഉണ്ടായിരുന്നു. അത് അന്വേഷിച്ചത് കേരളത്തിലെ ക്രൈംബ്രാഞ്ച് ആയിരുന്നു. അതനുസരിച്ച് ഇപ്പോൾ ഇവിടെ CPM-ന്റെ പ്രതിന്റെ ചർച്ച ശ്രീപത്മനാഭൻ അരമണിക്കൂറേ ഉള്ളൂ അദ്ദേഹത്തിലേക്ക്. ഒരിക്കൽ കൂടി ശ്രീപത്മനാഭൻ, ഒരു ചോദ്യത്തിന് കൂടി താങ്കൾ ഉത്തരം നൽകണം. ഇപ്പോൾ അധ്യക്ഷനെ മാറ്റിയിരിക്കുകയാണല്ലോ. അധ്യക്ഷനെ മാറ്റി രാജീവ് ചന്ദ്രശേഖരൻ വരുമ്പോൾ ഒരു കോംപ്രമൈസ് എന്ന നിലയ്ക്ക് അത് കേസും ഇല്ല, ഈ താങ്കൾ ക്ലീൻ എന്ന രൂപത്തിൽ കാര്യങ്ങൾ പരിഹരിക്കപ്പെടുകയാണോ? അങ്ങനെ ഒരു സംശയം കൂടിയുണ്ട്. അബദ്ധജടിലമായ ചോദ്യങ്ങൾ ചോദിക്കരുത്. ED കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. അത്ര മോശമാണെങ്കിൽ, അതാ ഞാൻ കോൺഗ്രസ്സുകാരോട് ചോദിച്ചത്, അരവിന്ദ് കെജ്രിവാളിനെ ഈ ഡൽഹിയിൽ നിങ്ങൾ പടക്കം പൊട്ടിച്ചത് എന്തിനായിരുന്നു? എന്നിട്ട് വൈകി വന്ന വിവേകം എന്നാ പറഞ്ഞത് കോൺഗ്രസിന്റെ നേതാക്കന്മാര്. അപ്പൊ വിവേകമാണില്ലേ ED-യുടെ അറസ്റ്റ്? ഇതൊക്കെ ഓരോ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയും. അത് ഒരു ഏജൻസി കുറ്റപത്രം ഫയൽ ചെയ്യുമ്പോൾ കോടതിയിൽ അത് നാളെ ചോദ്യം വരും. കോടതി ചോദിക്കും, നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് ഫയൽ ചെയ്തിരിക്കുന്നത്? അപ്പൊ അവിടെ ഉത്തരം പറയണം. ഇതൊരു ജില്ലാ കോടതിയിൽ അത് ഫയൽ ചെയ്തിരിക്കുന്നത്, നാളെ അത് സുപ്രീം കോടതി വരെ പോകാൻ സാധ്യതയുള്ള കേസാണ്. അപ്പൊ അവര് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലേ അവര് കുറ്റപത്രം കൊടുക്കുള്ളൂ. അത് കാത്തിരുന്ന് കാണുക. ഇപ്പൊ നമ്മൾ ഇവിടെ സന്തോഷമായല്ലോ. കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോ കോൺഗ്രസ്സുകാർക്ക് സന്തോഷമായല്ലോ. അന്ന് ഇവരത് പറഞ്ഞില്ലല്ലോ. അപ്പൊ അവിടെ നല്ല ED, ഇവിടെ ചീത്ത ED. ഇതിനൊന്നും അർത്ഥമില്ല. ഇതൊക്കെ രാഷ്ട്രീയത്തിന് വേണ്ടി പറയുന്നതാണ്, അതിനപ്പുറം ഒന്നുമില്ല. ഒരു മൊഴി രേഖപ്പെടുത്തി ഞാൻ കണ്ടിട്ടുണ്ട് ആ കള്ളപ്പണം ചാക്കിൽ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞ ഒരാളുടെ മൊഴി പോലും എടുക്കാതെ, അയാളോട് ഒരു തവണ പോലും അയാളെ കാണാതെ ED അങ്ങോട്ട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. എവിടെ നിന്ന് പണം വന്നു എന്നൊരു അന്വേഷണമേ ഇല്ലാതെ ഹൈവേ കൊള്ള അന്വേഷിക്കാൻ വന്നിരിക്കുന്നു ED അല്ലേ? പത്രക്കാരനോ? ED ആരെ ചോദ്യം ചെയ്യണമെന്ന് 3.5 കൊല്ലം കടന്നുറങ്ങിയ ഒരാൾ ഡീറ്റ് വന്നിട്ട് ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ സാമാന്യ ബുദ്ധിയുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒന്ന് ഊറിച്ചിരിക്കും. അത്രേ ഉള്ളൂ. ശരി, സാമാന്യ ജനം ഊറിച്ചിരിക്കുന്നുണ്ട്. 193-ൽ രണ്ടെണ്ണത്തിൽ മാത്രം ശിക്ഷ എന്നതിൽ ഇവിടെ ED ക്ലീൻ ചിറ്റ് നൽകിയതിലാണ് ഊറിച്ചിരിക്കുന്നത്. താങ്കൾ ഈ അബദ്ധജടിലം എന്ന് പറഞ്ഞത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. എന്താണ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും സുരേന്ദ്രൻ മാറുമ്പോൾ പകരം സുരേന്ദ്രനെ സമാധാനിപ്പിക്കാൻ നൽകിയത് എന്നതിൽ ഒരു ഉത്തരമായിരിക്കുന്നു എന്ന് വേണം ഇതിനെ കരുതാൻ. വളരെ നന്ദി ശ്രീപത്മനാഭൻ. ഈ ഘട്ടത്തിൽ അരമണിക്കൂർ താങ്കൾക്ക് പറയാനുള്ളത് മാത്രം പറഞ്ഞു പോകുന്നത്. തിരൂർ സതീഷ്, ഇപ്പോൾ താങ്കളുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണല്ലോ ഇതിൽ അന്വേഷണം ഒന്നുകൂടി കടുപ്പിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തത്. ഇനിയിപ്പോൾ ED കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ നടപടികൾ ഇപ്പോൾ BJP പ്രതിനിധി പറഞ്ഞു പോയതുപോലെ ഇനി കോടതി തീരുമാനിക്കട്ടെ എന്നുള്ളതാണ്. താങ്കളെ സംബന്ധിച്ച് ഇനി എന്താണ് മുന്നിലുള്ളത്? അല്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഇത് ഏറ്റവും വലിയ രാജ്യദ്രോഹ കുറ്റം ചെയ്ത ആളുകളെ സംരക്ഷിക്കേണ്ട നടപടിയാണോ ED ചെയ്യേണ്ടത്? നമുക്കറിയില്ലേ, രാജ്യത്തിലെ പ്രധാനമന്ത്രി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താ? രാജ്യത്തിലെ പ്രധാനമന്ത്രി പറഞ്ഞത് രാജ്യത്തെ കള്ളപ്പണക്കാരെ തുറങ്കലിലടയ്ക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ പ്രധാനമന്ത്രിയുടെ പാർട്ടിയാണ് BJP. ആ BJPയുടെ ജില്ലാ കാര്യാലയത്തിലാണ് കള്ളപ്പണം സൂക്ഷിച്ചത്. ഏറ്റവും വലിയ രാജ്യദ്രോഹ കുറ്റമല്ലേ? എന്നിട്ട് എന്താണ് അത്? ഞാൻ കണ്ടിട്ട് ആ കാര്യം വിളിച്ചു പറഞ്ഞിട്ട് ഇത്രയും വലിയ കേന്ദ്ര ഏജൻസിക്ക് ഈ നടപടി എടുക്കാനായിട്ടുള്ള വൈഷമ്യം എന്താണ്? ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ? എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? 4 വർഷം നിങ്ങൾ മൗനത്തിലിരുന്നു എന്നുള്ളതാണ് BJP പ്രതിനിധി പറയുന്നത്. അവർക്കുള്ള മറുപടി എന്താണ്? അല്ല BJP പ്രതിനിധികൾ ഈ കാര്യം പറയണം. BJPയുടെ ആർജവമുള്ള നേതാക്കന്മാർ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനൊരു കാര്യം ഓഫീസിൽ സെക്രട്ടറി ആയിരുന്ന സതീഷ് പറഞ്ഞു. ഈ സതീഷിനോട് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിക്കണ്ടേ? അല്ലാതെ ഈ പണം കൊണ്ടുപോയി വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച ആളുകളോടാണോ ഇവർ വിവരങ്ങൾ ചോദിക്കേണ്ടത്? അല്ലല്ലോ. ഞാൻ അവിടുന്ന് ഈ 3 കൊല്ലം 4 കൊല്ലം കഴിഞ്ഞിട്ട് എന്താ പറയണേ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുല്ലോ, 2021 നടന്ന ഈ സംഭവം, അതിനുശേഷം പോലീസ് എൻ്റെ കയ്യിൽ നിന്ന് മൊഴിയെടുക്കുമ്പോൾ ഞാൻ അവിടെ ഓഫീസിൻ്റെ ചുമതലയിലുണ്ടായ കാരണം കൊണ്ട് പാർട്ടിയുടെ ജില്ലാ നേതാക്കന്മാർ പറയണ അനുസരിച്ചിട്ടാണ് ഞാനല്ല അവിടുത്തെ എല്ലാ ഭാരവാഹികൾക്കും പറയാൻ പറ്റുള്ളൂ.
അതിനുശേഷം ഞാൻ എൻ്റെ ജീവിതമാർഗം എനിക്ക് അവിടെ നിന്നിട്ടുള്ള വരുമാനം കൊണ്ട് പറ്റാത്തപ്പോൾ ഞാൻ പുറത്ത് വന്നിട്ടാണ് ഇവർ വീണ്ടും എന്നെ മാനസികമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടാണ് ഇവർ കള്ളപ്പണം നടത്തിയ ആളുകളെ ഞാനെന്തിനെ സംരക്ഷിക്കാൻ വേണ്ടി മിണ്ടാണ്ടിരിക്കണേ? ഞാനല്ലേ അവിടെ ഈ കൊടകര കുഴൽപ്പണ കേസിൽ സാക്ഷിയാണല്ലോ, ഞാൻ ഒരാളാണല്ലോ. ഇത് കോടതിയിൽ വിചാരണയ്ക്ക് വിളിക്കില്ലേ? പോലീസ് കുറ്റപത്രം അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ കോടതിയിൽ, ഇല്ലേ? അപ്പം ഞാൻ പറയുന്നത് ഇത്രയും വലിയ രാജ്യദ്രോഹ കുറ്റ ആളുകൾ ഇങ്ങനൊരു സംഭവം ഇവിടെ ഇത്രയും വലിയ പണം ഇവിടെ വന്നിട്ട് ഈ ധർമ്മരാജ ബിസിനസ് ആവശ്യത്തിനാണ് പണം കൊണ്ടുപോയെന്ന് ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി പറഞ്ഞു. ശരി, എന്തിനാണ് ഈ ബിസിനസ് ആവശ്യത്തിന് പണം കൊണ്ടുവന്ന ധർമ്മരാജൻ പാർട്ടിയുടെ ജില്ലാ ഓഫീസിൽ വരാനും 6 ചാക്കിൽ പണക്കെട്ടുകൾ ഇവിടെ സൂക്ഷിക്കാനും എന്തിനാണ് ഓഫീസ് എന്ന് പറഞ്ഞിട്ട് ലോഡ്ജ് എടുത്ത് കൊടുത്ത് റൂം എടുത്ത് താമസിപ്പിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? കാര്യങ്ങളൊന്നും ഇഡിയുടെ കുറ്റപത്രത്തിലില്ല. തിരൂർ സതീഷ് ഇപ്പോൾ ആലപ്പുഴയിലെ തിരുവിതാംകൂർ പാലസ് പ്രോപ്പർട്ടി വാങ്ങാൻ വേണ്ടി ഡ്രൈവർ ഷംജീറിന്റെ കൈവശം കൊടുത്തുവിട്ട 3.56 കോടി രൂപ കൊടകരയിൽ വെച്ച് കൊള്ളയടിക്കപ്പെട്ടു. ഇതാണ് ഇഡിയുടെ കുറ്റപത്രം. ധർമ്മരാജൻ അവിടെ പറഞ്ഞിരിക്കുന്നത് അതാണ് ഈ പറഞ്ഞതുപോലെ ആദ്യം പോലീസിന് കൊടുത്തിയ മൊഴി. ധർമ്മരാജൻ കൊടുത്ത മൊഴി എന്താണെന്നുള്ളത് പോലീസിന് വ്യക്തമായിട്ട് അറിയാലോ. ഇവിടെ കൊണ്ടുവന്നത് മാത്രമല്ലല്ലോ, പല സ്ഥലങ്ങളിലും വെച്ചിട്ട് ധർമ്മരാജൻ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ആർക്ക് കൊടുത്തു എന്നുള്ളതും ഏത് സമയത്ത് കൊടുത്തു ഏത് ഡേറ്റിൽ കൊടുത്തു എന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. ആ കോടിക്കണക്കിന് രൂപ എവിടെ? പോലീസ് കൊടുത്ത കുറ്റപത്രം ഇതാന്ന് ഈ BJPയുടെ പ്രതിനിധി പറയുന്നതല്ലേ. നമുക്കത് കോടതിയുടെ കൊടുത്തേക്കണത് കുറ്റപത്രം എന്താണ് കൊടുത്തേക്കണെന്ന് നമുക്ക് വായിച്ചാലല്ലേ അറിയുള്ളൂ. തിരൂർ സതീഷ് ഇപ്പോൾ കൊടുത്ത കുറ്റപത്രത്തിൽ BJP നേതാക്കളുടെ പേരില്ല, BJPക്ക് വന്ന പൈസ എന്നില്ല. ഇത് ഹൈവേ കവർച്ചയാണ് ഇഡി അന്വേഷിച്ചിരിക്കുന്നത്. അതിന്റെ റിപ്പോർട്ടാണ്, അതിന്റെ കുറ്റപത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത്. അവിടെ മടക്കുകയാണ്. അതിലേതൊക്കെയാണ് ഈ കൊള്ള സംഘത്തിലെ കുറെ ആളുകളുടെ പേരും അവർ കവർച്ച ചെയ്തതിന്റെ കണക്കുമൊക്കെയാണ് അതിലുള്ളത്. അതിൽ BJP നേതാക്കളുടെ പേരില്ല, താങ്കൾ ഉന്നയിക്കുന്ന പേരുകളില്ല. അല്ല, അതെന്താ പേരുകൾ ഇഡി ഉണ്ടോ അന്വേഷിക്കേണ്ട ചുമതല ഇഡിക്ക് ഉണ്ടല്ലോ. ഇതിപ്പോ ഇതിൽ സാക്ഷിയായ എന്നെ പോലും ഇഡി കണ്ടിട്ടില്ല. എന്നുള്ളതാണ് എന്റെ ചോദ്യം. മൊഴി എടുത്തിട്ടില്ല, താങ്കൾ കോടതിയെ സമീപിക്കുമോ? ഞാൻ കോടതിയിൽ ഓൾറെഡി ഞാനിപ്പോൾ വെളിപ്പെടുത്തിയ കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ ഓൾറെഡി കോടതിയിൽ കേസ് പോയിട്ടുണ്ട്. ഞാൻ നിയമ നടപടികളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഇവരന്വേഷിച്ചിട്ട് ഞാൻ എന്തായാലും ഇവർ ഈ കള്ളപ്പണം കൊണ്ടുവന്ന് രാജ്യദ്രോഹ കുറ്റം ചെയ്ത ആളുകളെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്ന് കാണിക്കുക വേണം. അതിൽ മാറ്റമൊന്നുമില്ല. അതിന് നിയമം ഏത് വരയ്ക്ക് പോകാൻ പറ്റും അത്രയും ഞാൻ പോവും. മനസ്സിലായി? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ്. ഈ കള്ളപ്പണം ഉപയോഗിച്ച് ചെയ്യുന്നത് രാജ്യദ്രോഹ കുറ്റമാണ്. പൊതുസമൂഹം സാധാരണ പാർട്ടി പ്രവർത്തകരും ഇതറിയട്ടെ, നേതാക്കന്മാരുടെ ഗുണം അറിയട്ടെ. BJPയുടെ ഭാഗമായിരുന്ന ആളാണല്ലോ തിരൂർ സതീഷ്. ഇതിപ്പോൾ പറയുന്ന ഒരു ആക്ഷേപം ഇതാണ്, ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് തുടരും എന്നാണ് കെ സുരേന്ദ്രൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് അവിടേക്ക് രാജീവ് ചന്ദ്രശേഖർ വരികയാണ്. പകരം അനുനയിപ്പിക്കാനായി ഈ കേസ് അങ്ങ് എഴുതി തള്ളുന്നു. ഇതിൽ പൂർണ്ണമായും അദ്ദേഹത്തെ കുറ്റവിമുക്തരാക്കുന്നു, ക്ലീൻ ചിറ്റ് നൽകുന്നു. ഇത് അദ്ദേഹത്തെ സമാധാനിപ്പിക്കാനുള്ള ഒരു നടപടിയായിട്ട് കാണുന്നുണ്ടോ? അങ്ങനെ സംഭവിക്കുമോ? അത് BJPയുടെ സംഘടനാ സംവിധാനം അല്ലല്ലോ അത് തീരുമാനിക്കേണ്ടത്. ഇത് നിയമപരമായി പോകുമ്പോൾ അതിന് കോടതിയും അതിൻ്റെ കാര്യങ്ങളും ആ വഴിക്കാണല്ലോ പോവുക. അതിൽ സംഘടന ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. BJPയുടെ പ്രവർത്തനം ഞാൻ ഇപ്പോഴും BJPയുടെ ഒരു ആദർശത്തിൽ ഉയർത്തി വിശ്വസിക്കുന്ന ആൾ തന്നെയാണ്. പാർട്ടിയുടെ ഈ വക പുഴുക്കുത്തുകൾ, അതായത് പാർട്ടി ചുമതലകൾ കയ്യിലാങ്ങിയിട്ട് അതിന് ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. സംഘടനാ പ്രവർത്തനമല്ല നടത്തുന്നത്, ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഒരു ദേശീയ നേതാവ് വരുമ്പോഴോ ഒരു പാർട്ടിയുടെ മൊത്തത്തിലുള്ളൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴോ ഇവർക്ക് ഫണ്ടാണ് മുഖ്യം. ഈ ഫണ്ട് ഉപയോഗിച്ച് പല കാര്യങ്ങളും ഇവർ നടത്താനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിനാണ് പാർട്ടി ചുമതല. അല്ലാതെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ താഴെ തട്ടിലുള്ള ജനങ്ങൾ എത്തിക്കാനൊന്നല്ല ഇവർ ശ്രദ്ധിക്കുന്നത്. ഞാൻ പറയുന്നത് ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ BJPയുടെ ചുമതല? BJPയുടെ ചുമതല അങ്ങനെയല്ലല്ലോ കൊണ്ടുവിടെ. എത്ര ബലിദാനികളുണ്ട്, എത്ര പേര് ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ജയിലിൽ കിടക്കുന്ന ആളുകളുണ്ട്. ഇവരൊന്നും തിരിഞ്ഞു നോക്കാൻ ഇവർക്ക് നേരമില്ല. BJPയുടെ ജില്ലയുടെ നേതാക്കന്മാർ, എനിക്കിവിടെ ഈ ജില്ലയുടെ കാര്യങ്ങളാണ് എനിക്ക് കൂടുതലറിയാം. ഇവർക്ക് ആ നേരം ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളാണ് ഇവർ നടത്തുക.
ഒന്ന് നമ്മുടെ സഹോദരന്മാരാണ്. അവർക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, ഒക്കെയുണ്ട്. അവരുള്ള പ്രസ്ഥാനത്തിന് വേണ്ടി ഒരു കാര്യത്തിന് അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിന് ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അവരെ പോയി ഒന്ന് കണ്ടു, ഒന്ന് ആശ്വസിപ്പിച്ചു. ഇതല്ല ചെയ്യേണ്ടത്. ഇവിടെ ഈ പണം വരുന്നത് നോക്കുക, മറ്റുള്ള ഇടപാടുകൾക്ക്, ബിസിനസ്സുകൾക്ക് കൂട്ടുകച്ചവടം, പങ്ക് കച്ചവടം നടത്തുക. ഇതല്ല ബി ജെ പിയുടെ പൊളിറ്റിക്സ്, ഇതല്ല ബി ജെ പിയുടെ രാഷ്ട്രീയം. താഴെ തട്ടുള്ള നിരവധി പ്രവർത്തകർ ഇപ്പോഴും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് ഇതിൻ്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ എന്നാണ് എന്നോട് ചോദിക്കുന്നത്, ഉണ്ടായ കാര്യങ്ങൾ. കാരണം ഒരു തവണയെങ്കിലും ബി ജെ പിയുടെ ഓഫീസിൽ വന്ന ഒരാൾക്ക് എന്നെ കുറിച്ചിട്ടറിയാം. അവരെന്നോട് ചോദിക്കുകയാണ്, ചേട്ടൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റാണെന്ന് ഞങ്ങൾക്കറിയാം, കാരണം അവിടുത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് ചേട്ടനാണെന്ന് ഞങ്ങൾക്കറിയാമെന്നാണ് അവരെന്നോട് പറയുന്നത്. പിന്നെ ഒരു സത്യമായ കാര്യം പോലും വിളിച്ചു പറയാനായിട്ട് മടി കാണിക്കുന്ന ഈ സമയത്ത് ഈ കാര്യങ്ങൾ, പിന്നെ നുണയായിട്ടുള്ളൊരു കാര്യം വിളിച്ചു പറയാനായിട്ടൊരു ആർജവം കാണിക്കും ഒരാൾ. അത് നിങ്ങൾ ചിന്തിക്കൂ, പൊതുസമൂഹം ചിന്തിക്കൂ. അത് ഇവർ ഈ ഇടി ചെയ്തത് ശുദ്ധ തെണ്ടിത്തരല്ലേ? നിങ്ങൾക്ക് പൊതുസമൂഹത്തിനും നിങ്ങൾക്കിത് കേൾക്കുന്ന ആളുകൾക്കും പ്രവർത്തകർക്കും മനസ്സിലാവില്ലേ? ഒരു അന്വേഷിക്കണ്ടേ? ഇവർക്കൊരു ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടെങ്കിലും, ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തിയാൽ എന്നോടൊന്ന് വന്ന് അന്വേഷിക്കാലോ, ഇടുക്കി, അല്ലെങ്കിൽ ഒന്ന് മൊഴിയെടുക്കാലോ. ഇവരാരുടെയൊക്കെ മൊഴിയെടുത്തു ആർക്കറിയാം? ഇവർക്കെല്ലാം അറിയുള്ളൂ. ആരുടെയൊക്കെ മൊഴിയെടുത്തു, എങ്ങനെയൊക്കെ അവിടെ എഴുതി കൊടുത്തു എന്ന് അവർക്കെല്ലാം അറിയുള്ളൂ. ഇത് ഒരു സുതാര്യമല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് കൂടുതൽ പാർട്ടിയുടെ ഇതുപോലുള്ള നേതാക്കന്മാരെ കൂടുതൽ കള്ളത്തരം കാണിക്കാൻ പ്രേരിപ്പിക്കുകയുള്ളൂ. അത് ശരിയല്ല. അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. എൻ്റെ മനസ്സിൽ കടന്ന് വിങ്ങുണ്ടായിരുന്ന കാര്യമാണ് ഞാൻ പുറത്ത് പറഞ്ഞത്. കാരണം അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന സമയത്തോളം എനിക്കിത് പുറത്ത് പറയാനായിട്ട് പറ്റില്ല. അതാണ് ഞാൻ പറയാനായിട്ടുള്ള കാരണം. ശരി, ഞാനൊന്ന് ഷിബു മീരാനിലേക്ക് പോകുന്നു. ഷിബു മീരാൻ നേരത്തെ പകുതി പറയുന്നതിനിടയിൽ ഞാൻ ഇടയ്ക്ക് ശ്രീ പത്മനാഭനിലേക്ക് പോയതുകൊണ്ട്, ഷിബു മീരാൻ നേരത്തെ പറഞ്ഞ ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് അതിൽ സംശയങ്ങളുണ്ട് എന്നാണോ? പോലീസിന്റെ റിപ്പോർട്ടും ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടും ഏത് രൂപത്തിലായിരുന്നു എന്ന് നമുക്കറിയാവുന്നതാണല്ലോ. ആ കാര്യങ്ങളാണ് ഇ ഡി അറിയിച്ചത്. പക്ഷേ ഇ ഡി ആ വശത്തേക്ക് നോക്കിയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ സത്യം. ഉറപ്പായി ഒറ്റ വാചകത്തിൽ അതിന് നേരത്തെ ഇവിടുന്ന് ഇറങ്ങിപ്പോയി, ഈ സമയക്കുറവ് മൂലം പോയ ബി ജെ പി പ്രതി അദ്ദേഹത്തിൻ്റെ ഇത് ഇവരെന്താണെന്നറിയോ സ്മൃതി? ഈ യഥാർത്ഥത്തിൽ ഈ ഇ ഡി കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തെങ്കിലും യഥാർത്ഥ അന്വേഷണം വരാനിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അത് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ അന്വേഷണമാണ്. ഞങ്ങൾ ഈ ലോകം മുഴുവൻ ഈ ഇലക്ട്രൽ ബോണ്ടൊക്കെ വഴി കുത്തിക്കവർച്ച നടത്തി പണം ഉണ്ടാക്കി കേരളം പിടിക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് നിങ്ങളത് ബി ജെ പി ഓഫീസിൻ്റെ മച്ചും പുറത്ത് വെച്ച് ഇലക്ഷൻ കഴിയുമ്പോൾ 2 മാസം കഴിയുമ്പോൾ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോവുകയാണോ? ഞങ്ങൾ ഈ തന്നയക്കുന്ന പണം നേരാവണ്ണം ചെലവഴിക്കുന്നില്ല. ഈ പണം സ്വന്തം കാര്യത്തിൽ ഉപയോഗിക്കുന്ന അന്വേഷണം വേറെ വരാനുണ്ട്. ആ അന്വേഷണത്തെയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ പേടിച്ചുകൊണ്ടിരിക്കുക. അതിനെ പേടിക്കുന്നുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണോ ഒരുപക്ഷേ ആ സ്ഥാനം തന്നെ പോയത്? അതിലപ്പുറം ചെയ്യാൻ പറ്റില്ലല്ലോ. സംശയം എന്താ? 35 MLA എവിടെ കിട്ടും? അല്ല, 35 MLA കിട്ടും. ബാക്കി വാങ്ങിക്കൂട്ടാനുള്ള ഒരു പണം നിങ്ങൾക്ക് നിങ്ങളൊന്ന് തന്നാമെന്ന് പറഞ്ഞിട്ടാണ് ഈ 13.5 കോടി. ഇത് 2021 തന്നെ ധർമ്മരാജൻ മൊഴി കൊടുത്തതാ. 13.5 കോടിയോ മറ്റോ കൊണ്ടുവന്നു ഈ ബി ജെ പി ഓഫീസിലേക്ക്. 6.5 കോടി തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കൊണ്ടുപോയി എന്ന് അദ്ദേഹത്തിന്റെ മൊഴി അന്നിട്ടുണ്ട്. അവർ നിൽക്കട്ടെ. ഇപ്പോൾ ഏതായാലും ഇ ഡി ഇത് ഇങ്ങനെ ഒരു റിപ്പോർട്ടാണല്ലോ കൊടുത്തത്. നമ്മളത് പ്രതീക്ഷിച്ചതുമാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഈ കേസ് വളരെ കൃത്യമായി ഫ്രെയിം ചെയ്യുന്നതിൽ ആദ്യഘട്ടത്തിൽ കേരളത്തിലെ പോലീസിന് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇതിപ്പോൾ ഒരു ഹൈവേ റോബറി കേസ് എന്ന നിലയ്ക്ക് പരിമിതപ്പെടുത്തിയ ഇതിപ്പോൾ ഒരു കാര്യം നമുക്ക് വാദത്തിന് സമ്മതിക്കാം. ഇതിന്റെ വിപുലമായ അന്വേഷണത്തിലേക്ക് പോകുന്നതിൽ PMLA കേസുകളൊക്കെ അന്വേഷിക്കുന്നതിൽ യഥാർത്ഥത്തിൽ കേരളത്തിലെ പോലീസ് എന്നല്ല സംസ്ഥാനത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും പോലീസ് ഏജൻസികൾക്ക് പരിമിതികളുണ്ട്. പക്ഷേ ഇതിന്റെ ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ അടിത്തറയായി പ്രവർത്തിക്കുന്ന പ്രാഥമികമായ കുറ്റകൃത്യം രജിസ്റ്റർ ചെയ്യുന്നത് കേരളത്തിലെ പോലീസാണ്. യഥാർത്ഥത്തിൽ ഒരു കേസിൽ ആ കേസിൽ നമ്മൾ പ്രതികളെ ചേർക്കുന്നു, നമ്മൾ സാക്ഷികൾ ഉണ്ടാകുന്നു, നമ്മൾ വാദികളെ ചേർക്കുന്നു. പക്ഷേ BJP നേതാക്കന്മാരും ഈ ഫോൺ കോൾ പോയി എന്ന് CPM നേതാവ് തന്നെ സമ്മതിക്കുന്നു. ഈ പണം അവിടെ റോബർ ചെയ്യപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഈ കൊണ്ടുവന്ന ഹവാല പണം മറ്റേ തലയ്ക്കൽ സ്വീകരിക്കാൻ കാത്തു നിന്നിരുന്നത് BJP നേതാക്കന്മാരായിരുന്നു എന്ന ഉറച്ച ബോധ്യം CPM-നുണ്ടായിരിക്കെ, ഇവിടുത്തെ കേരള പോലീസിനുണ്ടായിരിക്കെ, ഈ BJP നേതാക്കന്മാർ, ഇപ്പോൾ സുരേന്ദ്രൻ 7ാമത്തെ സാക്ഷിയാണ്. അന്ന് തന്നെ ധർമ്മരാജൻ മൊഴി കൊടുത്ത BJP-യുടെ ഒരു സംഘടനാകാര്യ സെക്രട്ടറി മറ്റോ ഗണേശൻ, അദ്ദേഹം 8ാമത് സാക്ഷിയാണ്. അവിടുത്തെ സംസ്ഥാന ഓഫീസ് സെക്രട്ടറി ഗിരീശൻ നായർ, അദ്ദേഹം 9ാം. നമ്മളിവരെ സാക്ഷികൾ എന്നതിന് പകരം പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിലൂടെ കൃത്യമായി ഈ കേസ് ഫ്രെയിം ചെയ്യുന്നതിൽ ഒരു ജാഗ്രത കാണിച്ചിരുന്നുവെങ്കിൽ നേരത്തെ തന്നെ ഈ BJP നേതാക്കന്മാരെ രക്ഷപ്പെടുത്താൻ വെമ്പൽ കൊണ്ടിരുന്ന BJP-ക്ക് അതൊരു അവസരമാകുമായിരുന്നില്ല. കുറച്ചുകൂടി കൃത്യമായ ഒരു കേസ് ഫ്രെയിം ചെയ്ത് നമുക്ക് അവരെ കൈമാറാൻ കഴിഞ്ഞാൽ കുറച്ചുകൂടി ചിത്രങ്ങൾ മാറുമായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പറഞ്ഞു പോകരുത്. അരുൺകുമാർ, അതിനൊരു മറുപടി. അത് നേരത്തെ തന്നെ പ്രതിപക്ഷം ആവർത്തിച്ചുന്നയിച്ചിട്ടുള്ള ഒരു ആരോപണമാണ്. ഈ പ്രതിപക്ഷത്തിന് എന്ത് സംഭവിച്ചാലും ഒരറ്റത്ത് കൊണ്ടുവന്നു അത് CPM-ലും LDF-ലും കൊണ്ടുപോയി വെക്കണം.
ഇനിയിപ്പോൾ രണ്ടാം ഘട്ടത്തിൽ സഖാവ് പിണറായി വിജയന്റെ തലയിട്ട് വയ്ക്കും, ചർച്ചയുടെ അടുത്ത ഗ്രൗണ്ടിൽ അദ്ദേഹം വയ്ക്കും. കാരണം അവരുടെ ഒരു പൊതു അജണ്ടയാണ്. ഈ കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം 110-ാം ദിവസം കുറ്റപത്രം സമർപ്പിച്ചു. കവർച്ചയടക്കം ഡെക്കോയിറ്റി അടക്കം 395 ലൈഫ് ഇംപ്രിസ്മെന്റ് കിട്ടുന്ന വകുപ്പുകളടക്കം വച്ച് സമയബന്ധിതമായി അന്വേഷണം പൂർത്തീകരിക്കുകയാണ് ചെയ്തത്. ഇതിൽ ആ കവർച്ചയാണല്ലോ ഒഫൻസ്. ആ കവർച്ചയുടെ ഭാഗമായി ആരൊക്കെയാണ് ഉൾപ്പെട്ടത്, അതിൻ്റെ കോൺസ്പിറസി ആരാണ്, അതിൽ ആരൊക്കെയാണ് സഹായം ചെയ്തത്, അവരാണല്ലോ പ്രതിയായിട്ട് വരിക. 22 പ്രതി. ഇല്ല ഏതെങ്കിലും തരത്തിൽ കവർച്ചയുടെ ഗൂഢാലോചനയിലോ കവർച്ചയുടെ ഘട്ടത്തിലോ കെ സുരേന്ദ്രനോ മകനോ മറ്റാരെങ്കിലും ഉൾപ്പെട്ടതായിട്ട് ആർക്കും ആരോപണമില്ല. മറിച്ച് ഈ പണം, കവർ ചെയ്യപ്പെട്ട പണം കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രൊസീഡ്സ് ഓഫ് ക്രൈമിൻ്റെ ഭാഗമായിട്ടുള്ള പണം കണ്ടെത്തേണ്ടത്. അത് കള്ളപ്പണമാണെന്നും വരവിൽ പെടാത്ത പണമാണെന്നും ടാക്സ് കൊടുക്കാത്ത പണമാണെന്നും ആ ഒഫൻസ് PMLA ആക്ട് പ്രകാരമാണ് അന്വേഷിക്കാൻ കഴിയുക. കവർച്ചയുടെ ഒരു ഘട്ടത്തിലും BJPയുടെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കന്മാർ ഉൾപ്പെട്ടതായിട്ടില്ല. മറിച്ച് ഇങ്ങനൊരു പണം വരുന്നുണ്ട്, ആ പണം ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് എത്തും, അത് കവർ ചെയ്യാൻ ഗൂഢാലോചന നടത്തിയിൽ BJPയുടെ പ്രാദേശിക നേതാക്കന്മാരടക്കം പ്രതിപട്ടികയിലുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ടാണ് അന്വേഷിച്ചത്. അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇലക്ഷൻ കമ്മീഷന് ഈ റിപ്പോർട്ടിന്റെ കോപ്പി കൊടുക്കുന്നു, അന്വേഷണ റിപ്പോർട്ടിന്റെ കോപ്പി കൊടുക്കുന്നു, വിശദമായിട്ടുള്ള കത്ത് അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കുന്നു. കാരണം ഇതൊക്കെ ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരേണ്ടതാണ്. അതേപോലെ തന്നെ EDക്ക് വിശദമായി പലതവണ കത്ത് കൊടുക്കുന്നു. ഇതല്ലേ സംസ്ഥാന പോലീസിന് നിയമപ്രകാരം ചെയ്യാൻ കഴിയുക? 3 കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക്, അതിൽ ഒരെണ്ണം ഇലക്ഷൻ കമ്മീഷനാണ്, 2 ഏജൻസിക്കും അതുപോലെ ഇലക്ഷൻ കമ്മീഷനും കൊടുക്കുന്നു. 3-3.5 കൊല്ലം അടയിരുന്നു ആ അന്വേഷണത്തിൽ. ഇപ്പൊ ഈ കൊടുത്ത കുറ്റപത്രം കൊടുക്കാൻ 4.5 കൊല്ലം വേണ്ടി വന്നല്ലോ. കൃത്യമായി പറഞ്ഞാൽ 7/4/2021 രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസല്ലേ ഇത്. ആ കേസാണ് ഇപ്പോൾ ഇന്ന് കൊണ്ടുപോയി, അതായത് 2025 ആയപ്പോൾ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കൊടുക്കുന്നു. ഇതിൽ ഹൈക്കോടതി എത്ര തവണ ഇടപെട്ടു, ഹൈക്കോടതി എത്ര തവണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു, അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ, അന്വേഷണത്തിന്റെ സ്റ്റേജ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. ഈ ഘട്ടത്തിലെല്ലാം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ BJPയുമായി ബന്ധപ്പെട്ട ആളാണോ പ്രതിയായിട്ട് വരുന്നത്, അത് CBI ആയാലും NIA ആയാലും ED ആയാലും കസ്റ്റംസ് ആയാലും കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അവരെ വെളുപ്പിച്ചെടുക്കും. ഒരു പ്രതിപക്ഷ പാർട്ടികളെ പിളർക്കാൻ NCP എങ്ങനെയാണ് പിളർന്നത്, ശിവസേന എങ്ങനെയാണ് പിളർന്നത്, പ്രതീക്ഷിച്ചിട്ടുമില്ല. അങ്ങനെയുള്ള കുറ്റപത്രത്തിനെതിരെ എന്താണ് സംസ്ഥാന സർക്കാർ ചെയ്യാൻ പോകുന്നത് എന്ന ചോദ്യം കൂടിയുണ്ടല്ലോ. ഈ നേതാക്കളെ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ടുള്ള അന്വേഷണം, ഹൈവേ കവർച്ച അന്വേഷിച്ചിട്ടുള്ള പോക്ക്, ഇവിടെ നിന്ന് ക്രൈംബ്രാഞ്ച് കൊടുത്ത റിപ്പോർട്ട് തമസ്കരിച്ചുകൊണ്ട് അതിന്മേലേക്ക് ഒരു നോട്ടം പോലും ഉണ്ടാകാതിരുന്ന ഒരു കുറ്റപത്രം, അതിന്മേൽ എന്താണ് സംസ്ഥാന സർക്കാർ ഇനി ചെയ്യുക? സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഡെക്കോയിറ്റി കേസിൽ 395 IPC കേസിൽ ഫയൽ ചെയ്തിരിക്കുന്ന കുറ്റപത്രത്തിന്റെ വിചാരണയുമായിട്ട് മുന്നോട്ട് പോകും. രണ്ടാമത് ഇപ്പോൾ ഫയൽ ചെയ്തിരിക്കുന്ന ഈ PMLA ആക്ട് പ്രകാരം ED നടത്തിയിരിക്കുന്ന ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ നിയമപരമായിട്ട് എന്താണോ ചെയ്യാൻ കഴിയുക അതാണ് പരിശോധിക്കുക. ഇപ്പോൾ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഈ ഒഫൻസ് കണ്ടതാണ്, പണം കൊണ്ടുവരുമ്പോൾ ഞാൻ ഈ ഓഫീസിലുണ്ടായിരുന്നു, എൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങൾ വന്നത്. അതോടൊപ്പം തന്നെ ഈ സംഭവം കഴിയുമ്പോൾ മധ്യമേഖലാ സെക്രട്ടറി കാശിനാഥൻ BJPയുടെ, അതുപോലെ ജില്ലാ ട്രഷറർ സുജയ് സോഹൻ, അതുപോലെ തന്നെ ഈ കേസിലെ പ്രധാന പ്രതിയായ റഷീദ്, ഇവരെല്ലാം കൂടി അങ്ങോട്ട് വരുന്നു. 3-ാം തീയതി നടന്ന സംഭവത്തിന് 7-ാം തീയതിയാണ് പരാതി കൊടുക്കുന്നത്. ഈ 4 ദിവസം കൊണ്ട് പരാതി കൃത്യമായി ഫ്രെയിം ചെയ്യുന്നു. അന്നേരം 10 ലക്ഷം നഷ്ടപ്പെട്ടു എന്നാണ് 25 ലക്ഷം നഷ്ടപ്പെട്ടു എന്നാണ് പരാതി പറയുന്നത്. അപ്പൊ BJPയുടെ പ്രതിനിധി എന്താ പറഞ്ഞത്? 25 ലക്ഷമേ ഡ്രൈവറോട് പറഞ്ഞിരുന്നു, പക്ഷെ ഡ്രൈവറുടെ മൊഴിയല്ല, അങ്ങനെയല്ല, ഞാൻ വെരിഫൈ ചെയ്തു, എന്നോട് പരാതി കൊടുക്കുമ്പോൾ 25 ലക്ഷം പറഞ്ഞാൽ മതി എന്നാണ്. കാരണം 3.5 കോടി വണ്ടിയിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ മൊഴിയിലുള്ളത്. 25 ലക്ഷം എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ എല്ലാത്തിലും കള്ളത്തരമാണ് കാണിച്ചിരിക്കുന്നത്. ഇത് BJP സ്ഥിരമായി കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി തന്നെയാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി നടത്തിയ ഇടപെടൽ കയ്യോടെ പിടികൂട്ടപ്പെട്ടതിന്റെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് നിയമപരമായി ഏതറ്റം വരെയാണ് പോകാൻ കഴിയുന്നത് അത് നിയമവിദഗ്ധരുമായിട്ട് ആലോചിച്ച് തന്നെ നടപടി സ്വീകരിക്കും. പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുറ്റപത്രം ചലഞ്ച് ചെയ്യപ്പെടാം. കാരണം ഇത്തരം തെളിവുകളെല്ലാം വന്നിട്ടുണ്ടല്ലോ. ഈ 25 ലക്ഷം എന്ന് പറയുമ്പോഴും ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത പണവും സ്വർണം, വാച്ച്, മറ്റ് വാല്യൂബിൾസ് അടക്കം, അതുപോലെ തന്നെ വീതിച്ചെടുത്ത പണം, ഇതിന്റെ എല്ലാം എവിഡൻസ് കൃത്യമായിട്ടുണ്ട്. അതിനുശേഷം 41.1 കോടി രൂപ കേരളത്തിലേക്ക് വന്നതായിട്ടും ഓരോ ജില്ലയിൽ കൊണ്ടുപോയി വിതരണം ചെയ്തതിന്റെ എല്ലാം ഓറൽ എവിഡൻസ് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് പ്രധാന സാക്ഷിയെ പോലും ചോദ്യം ചെയ്യാൻ ED തയ്യാറാകുന്നില്ലെങ്കിൽ ആ EDയുടെ വിശ്വാസ യോഗ്യത ഇപ്പൊ നമുക്ക് ബോധ്യപ്പെട്ടല്ലോ. അങ്ങ് ആദ്യം സൂചിപ്പിച്ചില്ലേ, 0.46% EDയുടെ കൺവിക്ഷൻ റേറ്റ്. 0.46, അതായത് 100 കേസ് രജിസ്റ്റർ ചെയ്താൽ അതിൽ ഒരു കേസ് പോലും ശിക്ഷിക്കപ്പെടുന്നില്ല.
126 നേതാക്കന്മാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ 119 പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരാണ്. ബാക്കി 6 കേസുകളിൽ 3 ഇടയ്ക്ക് വെച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തി, 2 ട്രയൽ എന്ന് പറഞ്ഞു ഉപേക്ഷിച്ചു. ഒരു കേസിലും ശിക്ഷിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളെ പിളർത്താനും പ്രതിപക്ഷ നേതാക്കന്മാരെ അങ്ങ് വാഷിംഗ് മെഷീനിലിട്ട് വെളുപ്പിച്ച് BJP ആക്കാനും അതുപോലെ അത്തരത്തിൽ പ്രതിപക്ഷത്തിന്റെ ശബ്ദം ഇല്ലാതാക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ലോകത്ത് തന്നെ ഏറ്റവും വിശ്വാസയോഗ്യതയില്ലാത്ത ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയായി ED അധംപതിച്ചിരിക്കുന്നു. സുപ്രീം കോടതി തന്നെ പലതവണ EDയുടെ അറസ്റ്റ്, EDയുടെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ജയിലിലടക്കൽ, EDയുടെ റിപ്പോർട്ടുകൾ വൈകുന്നത്, വിചാരണ വൈകിപ്പിക്കുന്നത്, പ്രോസസ് ഈസ് ദി പണിഷ്മെന്റ് എന്ന രൂപത്തിൽ തന്നെ സുപ്രീം കോടതി വിശേഷിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേസ് EDയുടെ വിശ്വാസയോഗ്യത തകർക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. പൊതുസമൂഹം ഇതിൽ ഗൗരവത്തോടെ കാണേണ്ടതാണ്. എത്ര വലിയ അഴിമതി ആരോപണം വന്നാലും തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ കുറ്റപത്രം. പക്ഷേ തിരൂർ സതീഷ്, ഈ കേസിലെ സാക്ഷിയായ തിരൂർ സതീഷ്, 4 വർഷത്തിന് ശേഷം വെളിപ്പെടുത്തൽ നടത്തിയ തിരൂർ സതീഷിന് BJP ദേശീയ നേതൃത്വത്തിൽ ഇപ്പോഴും വിശ്വാസമുണ്ട്, മോദി ഭരണത്തിൽ വിശ്വാസമുണ്ട്. അപ്പോൾ അന്വേഷണം ഇനിയും നടന്നേക്കുമെന്നുള്ള പ്രതീക്ഷ അദ്ദേഹം പുലർത്തുമ്പോൾ ഇവിടുത്തെ പുതിയ സംസ്ഥാന നേതൃത്വത്തോട് ഈ കാര്യങ്ങൾ അദ്ദേഹം ബോധിപ്പിക്കുമോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. തിരൂർ സതീഷ്, താങ്കൾ നേരത്തെ പറഞ്ഞതിന് ഒരു മറുപടി നൽകണം. ഇപ്പോൾ പുതിയ അധ്യക്ഷൻ വന്നിരിക്കുകയാണല്ലോ സംസ്ഥാനത്ത്. അപ്പോൾ പുതിയ അധ്യക്ഷനെ കണ്ട കാര്യങ്ങളൊന്നുകൂടി വിശദീകരിക്കുമോ? തീർച്ചയായിട്ടും പുതിയ അധ്യക്ഷ വന്ന് ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് അറിയോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന് കേന്ദ്ര നേതൃത്വവുമായി നേരിട്ടാണ് ഡീലിംഗ്സ്. അപ്പോൾ കേന്ദ്ര നേതൃത്വത്തെ കാര്യങ്ങൾ അറിയിക്കണമെങ്കിൽ താങ്കൾക്ക് നേരിട്ട് രാജീവ് ചന്ദ്രശേഖരെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമാകും. അതിന് താങ്കൾ മുതിരുമോ? തീർച്ചയായിട്ടും. ഞാൻ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അല്ലേ, അദ്ദേഹത്തിനെ കാണുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. അദ്ദേഹത്തിനെ കണ്ട് അദ്ദേഹം ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കണമല്ലോ, കാര്യങ്ങൾ പറയണം. പാർട്ടി ഉത്തരവാദിത്തങ്ങൾ ഉള്ള ആളുകൾ ചെയ്യുന്ന ചില പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്ത ആളുകളെ അദ്ദേഹം തിരിച്ചറിയണം. അതിനുവേണ്ടി അദ്ദേഹത്തിനോട് ഞാൻ ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം ഞാൻ സൂചിപ്പിക്കാൻ കാണാനായിട്ട് താല്പര്യമുണ്ട്. അദ്ദേഹം അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിനെ കണ്ട് കാര്യങ്ങൾ പറയും. ശരി, ഈ വെളിപ്പെടുത്തലുകൾക്കൊക്കെ ശേഷം താങ്കൾക്ക് എന്തെങ്കിലും ആശങ്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും ഭീഷണിയോ എന്തെങ്കിലും? അല്ല, ഇത് ആദ്യഘട്ടത്തിലാണ് ഭീഷണി ഉണ്ടായിരുന്നത്. പിന്നീട് അങ്ങോട്ട് ഭീഷണികളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അങ്ങനെ പേടിച്ചിട്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും ഇതുവരെ ജീവിച്ച ഒരായുസ് ഇനി ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ വരണോടത്ത് വെച്ച് കാണുക, അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ഈ ED അന്വേഷണം ഇവിടെ നടക്കുന്ന കാര്യം താങ്കൾക്ക് അറിയാമായിരുന്നല്ലോ അല്ലേ? ED അന്വേഷണം ഇവിടെ നടക്കുന്ന കാര്യവും ആരിൽ നിന്നൊക്കെ മൊഴി ശേഖരിക്കുന്നു എന്നുള്ള കാര്യവും താങ്കൾക്ക് അറിയാമായിരുന്നല്ലോ അല്ലേ? ED അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളത് അറിയില്ല. ED അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് പറയണത് കേൾക്കുന്നുണ്ട്. നടന്നിട്ടില്ല എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ പറയില്ലല്ലോ. അവരുടെ ഇങ്ങനെ കുറ്റപത്രം സമർപ്പിച്ചു എന്നുള്ളത് വരില്ലല്ലോ. ഞാൻ ചോദിക്കുന്നത്, ഇതെല്ലാം നിഷ്പക്ഷമായിട്ട് അന്വേഷിക്കേണ്ടതല്ലേ? ഇതെല്ലാം ഒരു രാഷ്ട്രീയപരമായിട്ട് അന്വേഷിക്കേണ്ടത്. ഞാൻ ഈ പറയുന്നത് ഈ കവർച്ച ചെയ്ത് കള്ളപ്പണം കൊണ്ടുവന്ന് നടന്ന ആളുകളെ കുറിച്ചിട്ടല്ലേ, രാജ്യദ്രോഹ കുറ്റം ചെയ്ത ആളുകളെ കുറിച്ചിട്ടല്ലേ, ഞാൻ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ആളുകളെ കുറിച്ചിട്ടല്ലേ. പാർട്ടിയുടെ നേതാക്കന്മാർ ഇങ്ങനെയുള്ള ആളുകളാണോ ആവേണ്ടത്? അതാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. നല്ല നേതാക്കന്മാർ പാർട്ടിയിലുണ്ടല്ലോ, എല്ലാ ആളുകളും ഇതുപോലെ ഇല്ലല്ലോ. ചില ആളുകൾ ഇതാണ് ഒരു അവസരം എന്നുള്ളത് കണ്ടിട്ട് പാർട്ടീനെ ഈ രീതിയിൽ ഉപയോഗിച്ചിട്ട് പൊതുജനങ്ങളുടെ ഇടയിൽ നാണം കെടുത്താനായിട്ട് മുതിരരുത് ഈ നേതാക്കന്മാർ. ഈ യാഥാർത്ഥ്യങ്ങൾ ഇനി വരാൻ പോകുന്ന പുതിയ നേതൃത്വം അറിയണം. അത് പുതിയ പ്രസിഡന്റ് അറിയണം, എല്ലാ പാർട്ടി പ്രവർത്തകരും അറിയണം. എല്ലാവരും കൊടി കെട്ടാനും പോസ്റ്റർ ഒട്ടിച്ചിട്ടും നിരവധി പോലീസ് പാർട്ടി സമരങ്ങളിൽ പോയി പോലീസ് ലാത്തിചാർജുകളും ജലപീരങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ആൾ തന്നെയാണ് ഞാനും ഒരുപാട് സമരങ്ങൾ പങ്കെടുത്തിട്ടുള്ള ആളാണ്. അന്നൊന്നും ഇന്നിപ്പോൾ പാർട്ടിയുടെ ഇതുവരെ ഉണ്ടായിരുന്ന ജില്ലാ പ്രസിഡൻറ്റോ അല്ലെങ്കിൽ ജില്ലാ ട്രഷററോ ജനറൽ സെക്രട്ടറി ഒന്നും ഉണ്ടായിരുന്നില്ല. അത്രയും പോലും ഞാൻ ആ പാർട്ടി പൊതുജനങ്ങളുടെ ഇടയിൽ വളരെ ശോഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഞാൻ. പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ സമരപരിപാടികൾക്കും പാർട്ടി നിശ്ചയിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാൻ വളരെയധികം ഗൗരവം കൊടുത്തിട്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്ന ഒരാളാണ്. എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞാൻ പൂർണ്ണ മനസ്സോടു കൂടിയിട്ട് സത്യസന്ധമായി ചെയ്തു കൊടുത്തിട്ടുള്ള ആളാണ്.
ഇപ്പോഴും ഞാൻ അവിടെ ഓഫീസിലിരിക്കുന്ന സമയത്തും ഓഫീസ് സെക്രട്ടറി ആയിട്ട് ചുമതലയിലിരിക്കുന്ന ആൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളും ജോലികളല്ല ഞാൻ ചെയ്യേണ്ടായിരുന്നത്. എന്നെ ഏൽപ്പിക്കുന്ന ജില്ലാ ഭാരവാഹികളുടെ മറ്റുള്ള ജോലികളും എന്നെ ഏൽപ്പിക്കുമ്പോൾ ഞാൻ ചെയ്യും. ഞാനത് ചെയ്ത് കൊടുക്കുന്നത് അതെനിക്കൊരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് സംഘടനാപരമായ കാര്യങ്ങൾ ചെയ്യാനൊരു മടിയില്ല. മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ ജില്ലാ ഭാരവാഹികളെ ഏൽപ്പിച്ചാൽ അവരിത് വൃത്തിയായിട്ട് ചെയ്യില്ല എന്നുള്ളത് നേതാക്കന്മാർക്ക് അറിയാം. താങ്കൾ ഈ വിഭാഗീയതയിൽ ഒരു നേതാവിനൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളാണെന്നും അതുകൊണ്ടാണ് ഈ ആരോപണങ്ങളൊക്കെ ഉയർത്തി വന്നതെന്നും ഒരു ഘട്ടത്തിൽ BJP-യിൽ നിന്ന് തന്നെ വാദമുയർന്നിരുന്നു. അത് പുറത്തേക്ക് ഏത് നേതാവെന്ന രൂപത്തിൽ പറയാതെ അത് ശോഭാ സുരേന്ദ്രനുമായി ആണ് എന്ന് പിന്നീട് പുറത്തു വരികയും ചെയ്തു. ഇപ്പോൾ ഈ കാര്യങ്ങൾക്ക് ശേഷം ശോഭാ സുരേന്ദ്രനെ ബന്ധപ്പെട്ടിരുന്നോ? ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നോ? എന്നെ ഇതുവരെ ED വിളിപ്പിച്ചിട്ടില്ല, ED അന്വേഷണം ഏറ്റെടുത്ത ശേഷം ഒന്നും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല, എന്തെങ്കിലും നിങ്ങൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു? ഇല്ല, അതായത് പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാരായാലും ജില്ലാ നേതാക്കന്മാരായാലും സ്വാഭാവികമായിട്ട് ജില്ലയുടെ ഒരു ഓഫീസ് സെക്രട്ടറി എന്നുള്ള നിലയ്ക്കുള്ള ഒരു ബന്ധവും ഒരു പരിചയം ഉണ്ടായിരിക്കും. അതിൽ ചില നേതാക്കന്മാർ കൂടുതലായിട്ട് ഒരു അടുപ്പം നമ്മളോട് കാണിക്കും. കാരണം കൂടുതലായിട്ട് ജില്ലയായിട്ട് ബന്ധപ്പെട്ട ആളുകൾ കാണിക്കും. ഈ സംഭവത്തിന് ശേഷം പ്രത്യേകിച്ച് ആരാണെന്നൊന്നും പറയില്ല, എന്നാലും എന്നെ നേതാക്കന്മാർ ബന്ധപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഒരു കഴിഞ്ഞ ആഴ്ച പോലും എന്നെ നേതാക്കന്മാർ ബന്ധപ്പെട്ടിട്ടുള്ളൂ. അങ്ങനെ ഞാനതിന് പാർട്ടി വിരുദ്ധ പ്രവർത്തനം ഒന്നല്ലല്ലോ ചെയ്തേക്കണത്. ഞാൻ പാർട്ടീനെ നശിപ്പിക്കുന്ന നേതാക്കന്മാരെ തുറന്ന് കാണിക്കുക ചെയ്തേക്കണത്, അല്ലാണ്ട് പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണോ ഞാൻ ചെയ്യുന്നത്? പാർട്ടിയുടെ പേര് കളയാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട നേതാക്കന്മാരുടെ തനി സ്വരൂപം, തനി മുഖം പ്രവർത്തകരറിയണം, പൊതുസമൂഹം അറിയണം. നാളെ ഇവർക്കൊക്കെ ജയിൽ വിളിച്ച് ചിന്താപ വിളിച്ച് നടക്കേണ്ടായിരുന്ന ആളുകളാണ് സാധാരണ പ്രവർത്തകരും ഞാനൊക്കെ. അതാണ് ഞാൻ പറഞ്ഞത്. അതിൽ പറഞ്ഞത് അത് ഏതറ്റം വരെ നിയമപരമായിട്ട് പോവാനും ഞാൻ തയ്യാറാണ്. ശരി ഷിബു മീരാൻ, ഈ കൊടകര കുഴൽപ്പണ കേസ് ഇവിടെ അവസാനിക്കുകയല്ലേ? ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു, ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നു, ഇനിയിപ്പോൾ കോടതിയിൽ തീരുമാനമെടുക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നു. പക്ഷേ ഇവിടെ രാഷ്ട്രീയമായി ഈ വിഷയം ഉയർത്തിയുള്ള ഒരു ആരോപണ പ്രത്യാരോപണങ്ങൾ അതിവിടെ അവസാനിക്കുകയല്ലേ, കഴിയുകയല്ലേ? തീർച്ചയായും സ്മൃതി, ഈ കേസിൽ അങ്ങനെ ഒരു ആൻറ്റി ക്ലൈമാക്സ് വരുമെന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. കാരണം ED ഇനി ഏതായാലും ഈ കേസുമായി മുന്നോട്ട് പോകില്ല എന്ന് ഉറപ്പാണ്. അവർക്ക് രക്ഷിക്കേണ്ടവർ രക്ഷിക്കാനാണ് ഇന്ന് അത്തരത്തിലൊരു റിപ്പോർട്ട് അവർ കൊടുത്തത്. എന്നാൽ ഇതിനകത്ത് ചില സംഗതികളൊക്കെ ഇനിയും സാധ്യമാണ്. ഇപ്പോൾ കോടതിക്ക് EDയുടെ ഒരു ജൂറിസ്ഡിക്ഷനെ, അവരുടെ അന്വേഷണ പരിമിതിയെ, അവരുടെ ആറ്റിറ്റ്യൂഡിനെയൊക്കെ രാജ്യത്തെ പല കോടതികളും നിരന്തരം സ്ക്രൂട്ടിനി ചെയ്യുന്നത് വിമർശിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത്തരം ചില സാധ്യതകൾ ഈ കേസിലും അവശേഷിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ CPM-നെതിരെ ചില കാര്യങ്ങൾ പറഞ്ഞത് ഇത് അവസാനം കറങ്ങി തിരിഞ്ഞ് പിണറായി വിജയനിലേക്ക് വരാനൊന്നും അല്ല. ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല നിർബന്ധ ബുദ്ധിയുണ്ട്. ഞാൻ എപ്പോഴും അത് പറയാറുണ്ട്. ഞങ്ങൾ BJP-ക്കെതിരെ പറയാറുള്ള കാര്യങ്ങൾ ഇടതുപക്ഷത്തെ രാഷ്ട്രീയമായി സഹായിച്ചാലും തരക്കേടില്ല, ഇടതുപക്ഷത്തിനെതിരെ പറയുന്ന കാര്യങ്ങൾ BJP-യെ സഹായിക്കരുത് എന്ന ഒരു നിഷ്കർഷ ബുദ്ധി, ഒരു ജാഗ്രത ഞങ്ങളെല്ലാം ഇപ്പോഴും കാണിക്കാറുള്ളത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഇപ്പോൾ തിരൂർ സുധീഷ്, അദ്ദേഹം ഇവിടെ ഉണ്ടല്ലോ, ഈ സതീഷ് എന്ന് പറയുന്ന കഥാപാത്രം, അദ്ദേഹം ഇപ്പോൾ ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയപ്പോൾ അദ്ദേഹത്തെ നമ്മുടെ കേരള പോലീസ് വിളിച്ച് ചോദ്യം ചെയ്തു. അദ്ദേഹം ഈ പറയുന്ന കവർച്ച കേസിലെ സാക്ഷിയല്ല, അദ്ദേഹം അതിലെ പ്രതിയല്ല, അദ്ദേഹം അതിലെ പരാതിക്കാരനുമല്ല. കവർച്ച നടത്തപ്പെട്ട പണത്തെക്കുറിച്ചേ അല്ല അദ്ദേഹം പറയുന്നത്. ഒരു കവർച്ചയും നടത്താതെ, ഒരു തടസ്സവും ഇല്ലാതെ ഇവർ കടത്തിക്കൊണ്ടുവന്ന് BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ച പണത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ അദ്ദേഹത്തെ നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ട് കേരളത്തിലെ പോലീസ് അദ്ദേഹത്തിന്റെ മൊഴിയെടുത്ത്, അപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അന്വേഷണം അത് നമുക്ക് അധികാരമില്ലാത്തൊരു മേഖലയിലാണ് എന്ന് മുൻകൂർ പ്രഖ്യാപിക്കുന്നതിലൂടെ തിരൂർ സതീഷ് എന്ന് പറയുന്ന മനുഷ്യൻ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ കൂടി ഈ കേസിൽ ഗുണപ്രദമാവില്ല എന്ന് ഉറപ്പുവരുത്താൻ കേരള പോലീസ് ശ്രമിക്കുന്നുണ്ട് എന്ന് സംശയിക്കേണ്ടി വരികയാണ്. ഒരു ഡെക്കോയിറ്റി കേസ് പിടിക്കപ്പെട്ടാൽ അതിലുള്ളത് കള്ളപ്പണമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ, അയ്യോ ഇത് കള്ളപ്പണമാണല്ലോ, ഇനി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് കൈയെടുത്ത് കൈ കയറ്റി നിൽക്കണമെന്നൊന്നും സംസ്ഥാനത്തെ ഒരു ഏജൻസിയോടും ഈ രാജ്യത്തിന്റെ ഒരു നിയമവും എവിടെയും പറയുന്നില്ല. അങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ വാദിച്ചാൽ എന്നേക്കുമായി ED നടത്തുന്ന ഈ വേട്ടയ്ക്കെതിരെ മറുഭാഗത്ത് വേട്ടയ്ക്കെതിരെ ശബ്ദിക്കാൻ മറുഭാഗത്ത് BJP-ക്കാർ അതത് സംസ്ഥാനങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം അഴിമതികൾ, കള്ളപ്പണക്കടത്ത്, അവിടെ ED മൗനം പാലിക്കും, CBI മൗനം പാലിക്കും, നമുക്ക് ഉറപ്പാണ്. അവശേഷിക്കുന്ന ഒരു സാധ്യത ആർജവമുള്ള സംസ്ഥാനത്തെ ഏജൻസികളാണ്. ഞങ്ങൾക്ക് ഇതിലൊന്നും ഒരു റോളും ഇല്ല എന്ന് പറഞ്ഞ് പറഞ്ഞത് ശരിയാണ്. ഇതെല്ലാം ഒരു ആന്റി ക്ലാസിൽ അവസാനിപ്പിക്കും. അവശേഷിക്കുന്ന സാധ്യത ഇപ്പോൾ PMLA കോടതിയിലാണ് അന്വേഷണ റിപ്പോർട്ട് ED കൊടുത്തിരിക്കുന്നത്.
ആ കോടതി റിപ്പോർട്ട് അങ്ങനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഈ കേസ് അന്വേഷണം പൂർണ്ണമായി അവസാനിപ്പിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. കാരണം നമുക്കെല്ലാം ജുഡീഷ്യറിയിലാണല്ലോ പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുള്ളത്. ഈ അന്വേഷണ റിപ്പോർട്ട് വിശദമായിട്ട് കോടതി പരിശോധിക്കുമ്പോൾ പ്രധാനമായും പരിശോധിക്കുക ഈ പണത്തിൻ്റെ സോഴ്സ് എവിടെ നിന്ന് വന്നു, ആർക്ക് വേണ്ടി കൊണ്ടുവന്നു, ആരൊക്കെയാണ് ഇതിലുള്ളത്. അപ്പോൾ ഒരു സ്ഥലം വാങ്ങിക്കാൻ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ ആള് എന്തിനാണ് 25 ലക്ഷം രൂപ എന്ന് നുണ പറഞ്ഞത്, എന്തിനാണ് പിന്നെ ഇത്രയും കോടി രൂപ കണ്ടെത്തിയത്, BJP നേതാക്കന്മാരെ കോൺടാക്ട് ചെയ്ത് BJP ഓഫീസിലേക്ക് പോയി 4 ദിവസം പരാതി കൊടുക്കാത്തത്, ഈ വസ്തുതകളെല്ലാം പരിശോധിച്ചുകൊണ്ടായിരിക്കും കോടതി ഈ ഫൈനൽ റിപ്പോർട്ട് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. പിന്നെ ഇപ്പോൾ ലീഗിന്റെ പ്രതിനിധി പറഞ്ഞതുപോലെ കേരള പോലീസ് ഇപ്പോൾ വീണ്ടും അന്വേഷണം നിയമപരമായി അനുവദിക്കുന്നതല്ലേ പോലീസിന് ചെയ്യാൻ പറ്റൂ. പോലീസ് എന്തെങ്കിലും നിയമത്താൽ അനുവദിക്കപ്പെടാത്ത കാര്യം ചെയ്താൽ അപ്പോൾ കോടതി അതിന്റെ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാണ്. കോടതി അത് ക്വാഷ് ചെയ്യും. അങ്ങനെ ക്വാഷ് ചെയ്താൽ പിന്നെ ഇതിൽ പിന്നെ ഒരു അന്വേഷണം നടക്കില്ല. കുറ്റപത്രം തന്നെ ക്വാഷ് ചെയ്യും, FIR ക്വാഷ് ചെയ്യും. അപ്പോൾ നിയമത്താൽ അനുവദിക്കപ്പെടുന്ന കാര്യമാണ് ചെയ്തത്. ഇപ്പോൾ അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് കൊടുത്ത കേസായാലും പുതുതായി ഒരു വെളിപ്പെടുത്ത് വന്നാൽ അയാളെ ചോദ്യം ചെയ്യുക എന്നുള്ളത് പോലീസിന്റെ കടമയാണ്. അത് കോടതിയുടെ അനുവാദത്തോടെയാണ് ചെയ്തത്. അതെല്ലാം നിയമപരമായിട്ടുള്ള കാര്യങ്ങളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകും. രാഷ്ട്രീയപരമായും നിയമപരമായിട്ടുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യും. ശരി, നമുക്ക് നോക്കാം കോടതി എന്താണ് ഇതിൽ തീരുമാനമെടുക്കുന്നതെന്ന് തന്നെയാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. വളരെ നന്ദി അഡ്വക്കേറ്റ് K. S. അരുൺകുമാർ, അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, അഡ്വക്കേറ്റ് ഷിബു മീരാൻ, തിരൂർ സതീഷ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.